ആലപ്പുഴ അരൂരിൽ ജീപ്പ് കായലിലേക്ക് മറിഞ്ഞ് 5 പേരെ കാണാതായി, 4 പേരെ രക്ഷപ്പെടുത്തി. അപകടം ജീപ്പിൽ ലോറിയിടിച്ച്. രക്ഷാപ്രവർത്തനത്തിന് നേവിയുടെ സഹായം തേടിയിട്ടുണ്ടെന്ന് AM ആരിഫ് MLA. നോട്ട് നിരോധം മൂലം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ശമ്പള വിതരണമടക്കം ബുദ്ധിമുട്ടിലാകുമെന്നും ധനമന്ത്രി മീഡിയ വണിനോട്. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ സ്തംഭനത്തിലെന്ന് മുഖ്യമന്ത്രി. പ്രശ്നം RBI ഗവർണറുമായി സംസാരിക്കാമെന്ന് കേന്ദ്ര ധനമന്ത്രി ഉറപ്പ് നൽകിയെന്ന് AK ആന്റണി. തനിക്കെതിരായ അന്വേഷണ വിവരങ്ങൾ വിജിലൻസ് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നുവെന്ന് KM അബ്രഹാം. മുംബൈയിലെ ഫ്ളാറ്റിൽ പരിശോധന നടത്താൻ അനുവദിക്കുന്നില്ലെന്നത് വ്യാജ പ്രചാരണമാണെന്നും ധനവകുപ്പ് സെക്രട്ടറി. വിവിധ ആദിവാസി പദ്ധതികളിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് വിജിലൻസ് ത്വരിത പരിശോധന ആരംഭിച്ചു. ചർച്ചയിലേക്ക് വരാം. അതിനുമുമ്പ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. ആലപ്പുഴ അരൂരിൽ ലോറിയുമായി കൂട്ടിയിടിച്ച് ജീപ്പ് കായലിലേക്ക് മറിഞ്ഞു. ജീപ്പിൽ 9 പേരുണ്ടായിരുന്നു, 4 പേരെ രക്ഷപ്പെടുത്തി. ജീപ്പിലുണ്ടായിരുന്നവർ നേപ്പാൾ സ്വദേശികളാണെന്നാണ് പ്രാഥമിക വിവരം. ജീപ്പിന്റെ ഡ്രൈവർ മലയാളിയാണെന്നും സംശയമുണ്ട്. അപകടത്തിന് കാരണമായ ലോറിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി IGS ശ്രീജിത്ത് മീഡിയ വണ്ണിനോട് പറഞ്ഞു. പറഞ്ഞനുസരിച്ച് ആ വണ്ടി ഒരു ചെറിയ വണ്ടി വലിയ വണ്ടി തട്ടിയിട്ട് പോയെന്നാണ് അദ്ദേഹം പറയുന്നത്. ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ലോറി കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇല്ല, അതായത് ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് അതിൽ നിന്നും അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. ലോറി ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു, അന്വേഷിച്ചിട്ട് ബാക്കി ചെയ്യാം. അപകടത്തിൽ പരിക്കേറ്റയാളുടെ പ്രതികരണം. जीप आगे जा रहा था ना, लोरी इधर साइड में था, अच्छी टर्निंग हो गया थोड़ा सा, इसलिए इधर उधर भागा, जीप नहीं रोक पाया तो नीचे गया पानी में सीधा. चला रहे थे क्या? आवाज़ क्या था क्या लॉरी को? नहीं, लोरी कुछ नहीं किया. हम लोग तो नीचे गया सीधा, तो वो उसमें से वो क्या बोलता है, वो ब्रिज है ना, उसमें सीधा नीचे गया जीप. तो नीचे से हम लोग को उसमें सीधा वो तोड़ के ऐसे अगर निकला है. कौन सा लॉरी था? पता नहीं, उतना ही बड़ा लोरी, तो खाली टर्निंग हुआ, इतनी देखा है. बड़ा लॉरी छोटा? बड़ा है. बड़ा, काफी बड़ा है. വിവരങ്ങളുമായി PP സന്ധ്യയുണ്ട് കൊച്ചിയിൽ നിന്ന്. സന്ധ്യ, എന്താണ് സംഭവിച്ചത്? അമിത വേഗതയിലായിരുന്നു ജീപ്പ് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും ജീപ്പിനുള്ളിൽ 9 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും തന്നെ സംസ്ഥാന തൊഴിലാളികളാണ്. പണിക്ക് വേണ്ടി പോകുമായിരുന്നു ഇവർ. ഈ ജീപ്പാണ് തകർത്തുകൊണ്ട് പുഴയിലേക്ക് എറിഞ്ഞത്. ഒരു ലോറിയുമായി കൂട്ടിയിടിച്ചാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് എന്നതാണ് ഈ അപകടത്തിൽ പരിക്കേറ്റ തൊഴിലാളികൾ തന്നെ മീഡിയ വണ്ണിനോട് പറഞ്ഞത്. ഇതിലൊക്കെ തന്നെ വ്യക്തതകൾ വരേണ്ടതുണ്ട്. അല്പം മുമ്പ് മീഡിയ വണ്ണി സംസാരിച്ച IG പറഞ്ഞത് അപകടം എങ്ങനെയുണ്ടായി എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തായാലും അമിത വേഗത ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. ഏതെങ്കിലും വാഹനവുമായി കൂട്ടിയിടിച്ച ആലപ്പുഴയ്ക്ക് അടുത്ത അരൂരിൽ ജീപ്പ് കായലിലേക്ക് മറിഞ്ഞ് 4 പേരെ കാണാതായി, 5 പേരെ കാണാതായി, 4 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളാണ് സന്ധ്യ നൽകിയത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, വിജയ് മല്യ ഉൾപ്പെടെ 63 വൻ വ്യവസായികളുടെ വായ്പകൾ എഴുതിത്തള്ളി. വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയ 100 കമ്പനികളിൽ 63 കമ്പനികളുടെ 7000 കോടി രൂപയുടെ വായ്പാ ബാധ്യതയാണ് കിട്ടാക്കടമായി പ്രഖ്യാപിച്ചത്. വിജയ് മല്യയുടെ കിങ്ഫിഷറിന്റെ 1201 കോടി രൂപയാണ് ഇതിൽ പ്രധാനം. അതേസമയം വാർത്ത തെറ്റാണെന്നും സാങ്കേതികമായ നടപടി മാത്രമാണിതെന്നും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി വിശദീകരിക്കുന്നു. എഴുതിത്തള്ളിയ ജനം, ഈ വിഷയത്തിൽ നിന്ന് പ്രതികരിക്കാൻ നമ്മളോടൊപ്പം BJP നേതാവ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, PC വിശ്വനാഥ് KPC ജനറൽ സെക്രട്ടറി, ആലപ്പുഴ ബ്യൂറോയിൽ അഡ്വക്കേറ്റ് VK പ്രസാദ്, ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ മുൻ സംസ്ഥാന സെക്രട്ടറി, കൊച്ചി ബ്യൂറോയിൽ PJ ജെയിംസ്, സാമ്പത്തിക വിദഗ്ധൻ, അദ്ദേഹം കോട്ടയം ബ്യൂറോയിലുമുണ്ട്. ആദ്യം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയിലേക്ക്. ശ്രീ PS ശ്രീധരൻപിള്ള, ഇന്ന് പാർലമെന്റിൽ ചർച്ചയായ 2 വിഷയങ്ങളാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, മല്യയുടെ വായ്പ എഴുതിത്തള്ളിയ SBIയുടെ നടപടി. മറ്റൊന്ന്, പാർലമെന്റിൽ BJP നേതാക്കളായ മന്ത്രിമാരുൾപ്പെടെ ഉന്നയിച്ച കാര്യം, ഈ നോട്ട് നിരോധവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പിന്തുണ സർക്കാരിനുണ്ട് എന്ന അവകാശവാദം. മല്യയുടെ വായ്പ എഴുതിത്തള്ളിയതിൻ്റെ സാങ്കേതികത അരുൺ ജെയ്റ്റ്ലി വിശദീകരിക്കുന്നുണ്ട്. അത് ഒരു അസറ്റായി ബാങ്കിൻ്റെ ആസ്തിയിൽ കാണാതെ അതിനെ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി ലാഭം കണക്കാക്കാനും ആ ലാഭത്തിൻ്റെ വിഹിതം ഓഹരി ഉടമകൾക്ക് നൽകാനും കഴിയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. എന്തൊക്കെയായാലും ഈ വിശദീകരണമൊക്കെ ഉണ്ടെങ്കിലും മല്യയുടെ വായ്പ കിട്ടാക്കടം തിരിച്ചു പിടിക്കാൻ ഈ നടപടി കൊണ്ടുമാവുമോ? പൂർണ്ണമായും ആ വായ്പ ഈടാക്കാൻ കഴിയുമോ?
അല്ല, ഞാൻ ഈ ജനങ്ങൾക്ക് നോട്ട് പിൻവലിച്ച പ്രശ്നത്തെ അസാധുവാക്കിയ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് മെല്ലെ മെല്ലെ പരിഹരിച്ച് വരികയാണ്. ഒരു വലിയ കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഒരു രാജ്യത്തുണ്ടാകുന്ന മാറ്റത്തിൻ്റെ അതിനെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ 85% ഞങ്ങൾ രണ്ട് കൂട്ടരും കൂടെ ചേർന്ന് അവർ 85, ഞങ്ങൾ 15%. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ട് വളരെ ശക്തമായ പ്രചരണങ്ങളും കുപ്രചരണങ്ങളും ഒക്കെ നടക്കും. പ്രത്യേകിച്ച് ബാങ്ക് എംപ്ലോയീസിൻ്റെ ആളൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെ വളരെ കണക്കൊക്കെ പറഞ്ഞ് അങ്ങനെയാണല്ലോ ശൈലി. പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നു, അദ്ദേഹം ഉൾപ്പെടെ, ബാങ്കിൻ്റെ ആൾ ഉൾപ്പെടെ, ഇപ്പോൾ NBA ആയിട്ട് ഏത് പിന്നെ ഇവിടുത്തെ നമ്മുടെ കുറഞ്ഞ പക്ഷേ ഇതിനെപ്പറ്റി പ്രാഥമികമായ വിവരം ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാനെങ്കിലും ഇവരൊക്കെ ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ഈ പ്രശ്നം സുപ്രീം കോടതി മുമ്പാകെ വന്നതാണ് 2004-ലും 2006-ലും. അത് റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് NBA സംബന്ധിച്ചിടത്തോളം അവരുടെ ബാങ്കിങ്ങിൻ്റെ അക്കൗണ്ടിൽ നോൺ പെർഫോമൻസ്ഡ് ആയിട്ട് അസറ്റായിട്ട് അത് മാറ്റിവെക്കും. അതനുസരിച്ച് പിന്നീട് എല്ലാ നിയമ നടപടികളും അതിനെ സംബന്ധിച്ച് തിരിച്ചെടുക്കാനുള്ള നടപടികൾ നടക്കും. ഇത് വളരെ വെൽ സെറ്റിൽഡായ ഒരു പ്രൊപ്പോസിഷനാണ് നിയമത്തിലേത്. അത് നമ്മുടെ മീഡിയകൾക്കുമൊക്കെ ചിലർക്ക് അറിയില്ല. പിന്നെ ചിലരുടെ അന്ധമായ നരേന്ദ്രമോദി വിരോധത ഇതൊക്കെ ജനങ്ങൾക്ക് അവബോധം പകർന്നു നൽകേണ്ടവരാണ് ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ ആളുകളും നമ്മുടെ മീഡിയ സുഹൃത്തുക്കളുമൊക്കെ. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ദുഃഖം അതാണ്. മറ്റേ ജനങ്ങളുടെ വിഷയങ്ങളൊക്കെ മാറ്റാൻ സാധിക്കും. ഇത് ഇത്തരത്തിലുള്ള ഒരു വൈരനിരാജന ബുദ്ധിയുള്ള രീതികൾ, പ്രത്യേകിച്ച് ഞാൻ ബാങ്കുകാരെ കുറ്റപ്പെടുത്തുകയല്ല, അതിൻ്റെ നേതാവും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. അങ്ങനെയൊക്കെയുള്ള സമീപനങ്ങൾ സത്യസന്ധമായും വസ്തുനിഷ്ഠമായും ജനങ്ങളെ വേണം. എനിക്ക് ഇഷ്ടമില്ലാത്ത പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് MPയും ജയിപ്പിക്കാത്ത കക്ഷിയായിരിക്കും. ഞാൻ പറഞ്ഞില്ല 15% വോട്ട് കിട്ടിയ കക്ഷിയാണ് BJP. എന്നിട്ടവർക്ക് 85 ഉണ്ട്, രണ്ടും കൂടെ കൂടുമ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷമതകൾ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ എല്ലാ ചർച്ചകളും ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് മാറ്റേണ്ടതാണ്. മാറ്റാൻ നമുക്ക് ശ്രമിക്കാം, കൂട്ടായ്മ ശ്രമിക്കേണ്ടതല്ലേ. രാജ്യം നേരിടുന്ന വെല്ലുവിളി അങ്ങനെയാണല്ലേ ചെയ്യേണ്ടത്. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ വിദേശത്തുനിന്ന് വരുന്ന വിദേശത്തുള്ള കള്ളപ്പണമായാലും ഇവിടുത്തെ ആയാലും മാറ്റാനുള്ള ശ്രമം നടക്കും. ആ ശ്രമം നടത്താതിരുന്നാൽ അത് അതിനേക്കാൾ പ്രശ്നമല്ലേ. അതിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസമാണുള്ളത്. ഇല്ല, പരാജയപ്പെടുന്നെങ്കിൽ രാജ്യത്തിന് ഗുണകരമാവും. നാളെ BJPക്ക് റിസ്ക് എടുത്തതിൻ്റെ പേരിൽ വരുന്നുണ്ടെങ്കിൽ അത് പൊളിറ്റിക്കൽ ഡിഫീറ്റ് ആയിരിക്കും. അങ്ങനെ വന്നാൽ ഞങ്ങൾ രാജ്യം ഒന്നാമത്തായിട്ട് കാണുന്നു, ഞങ്ങൾക്ക് രാഷ്ട്രീയം രണ്ടാമത്തേതാണ്, മതം രണ്ടാമത്തേതാണ്. ഇത് രണ്ടും രണ്ടാമത്തേതായതുകൊണ്ട് ഞങ്ങൾ അതാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് അതുകൊണ്ടാണ് എൻ്റെ പ്രധാനമന്ത്രി വികാരാധീനായിട്ട് ഞാൻ എന്ത് ശിക്ഷ വേണം ഏറ്റുവാങ്ങാം. ഇത് ആരെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ, ആര് നാളെ അധികാരത്തിൽ വന്നാലും. ശ്രീധരൻപിള്ള, ആ മല്യയുടെ കിട്ടാക്കടം എഴുതള്ളിയ നടപടി നിയമവിരുദ്ധമാണ് എന്നൊന്നും ആർക്കും അവകാശവാദമില്ല. എൻ്റെ ചോദ്യം ഇതായിരുന്നു, ഈ നടപടിയിലൂടെയാണെങ്കിലും കിട്ടാനുള്ള കടം തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് താങ്കളും പറയുന്നത്. അത് പൂർണ്ണമായിട്ടും തിരികെ പിടിക്കാൻ കഴിയുമോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അല്ലാതെ പിടിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാങ്കാണ്, അതിൻ്റേതായ നിയമ നടപടികളില്ലേ. അത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടിയുള്ള ട്രൈബ്യൂണലുണ്ട്, അതിനുവേണ്ടിയുള്ള മറ്റ് നടപടികളുണ്ട്. ഈ നടപടികൾ നിയമവിധേയമായി ചെയ്യേണ്ടതാണ്. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെയുള്ളതിനകത്ത് വരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഇടപെട്ട് ഗവൺമെൻറ്റാണോ അത് ചെയ്യാറുള്ളത്? അപ്പോൾ ഇവിടുന്ന് അതിനെ സംബന്ധിച്ചിടത്തോളം അത്തരം നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഷീറ്റിൽ അവസാനം വന്നപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാലൻസ് ഷീറ്റിൽ അത് കണ്ടപ്പം അതും ഒരു ഇഷ്യൂ ആക്കി മാറ്റുകയാണ്. ഇങ്ങനെയാകുമ്പോൾ യഥാർത്ഥ ഇഷ്യൂകളിൽ നിന്ന് എല്ലാവർക്കും രക്ഷപ്പെടാൻ സാധിക്കും. മല്യമായിട്ട് ഒരു ബന്ധം ഞങ്ങളുടെ കാലത്ത് കൊടുത്തതൊന്നും അല്ലല്ലോ. ഈ ബാങ്ക് ഇത് കൊടുത്തത് തന്നെ BJPയുടെ ഭരണകാലത്ത് ഒന്നും കൊടുത്ത പൈസയല്ല. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഈ ബിസിനസ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി എത്രയായിരം ഈ കഴിഞ്ഞ ഒരു 50 കൊല്ലം എടുക്കുക, 70 കൊല്ലം വേണ്ട, 50 കൊല്ലത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം എത്ര കോടി രൂപ എഴുതി തള്ളിയിട്ടുണ്ട്. ഓരോ സ്ഥാപനങ്ങളോട് ബന്ധപ്പെട്ട് അങ്ങനെ എഴുതി തള്ളുന്നു. ആ എഴുതിത്തള്ളൽ വരുന്നതല്ല. PC വിഷ്ണുനാഥ്, വായ്പ കൊടുത്തത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ്. വിജയ് മല്യ സ്വന്തം കമ്പനി പാപ്പരാക്കി ഈ രാജ്യം വിട്ടത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. വിജയ് മല്യ ഒരു പാർലമെൻറ്റ് അംഗമായിരുന്നു, അദ്ദേഹത്തിന് BJPയുടെ പിന്തുണയും ഉണ്ടായിരുന്നു. ഇതെല്ലാം വസ്തുതകളാണ്. എഴുതിത്തള്ളുക എന്ന ഒരു സാങ്കേതിക പദത്തിൽ ഒരുപക്ഷെ ഞങ്ങൾ ആ കടം ഒഴിവാക്കിയിട്ടില്ല എന്ന് അരുൺ ജെയ്റ്റ്ലി പറയുന്നു. ബാങ്കുകാരും അങ്ങനെ വിശദീകരിക്കുന്നുണ്ടാവാം. പക്ഷേ ഈ നോട്ട് പ്രതിസന്ധിയുടെ കാലത്ത് നിർണായക ചോദ്യം രാഷ്ട്രീയക്കാർ അഭിമുഖീകരിക്കേണ്ടി വരും. കാരണം ഈ രാജ്യത്തെ പാപ്പരാക്കും വിധം ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് കടത്തുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇവരാരും ദരിദ്രന്മാരല്ല. ഇവരുടെ കമ്പനി പാപ്പരായാലും ഇതിൻ്റെ ഉടമസ്ഥരാരും ദരിദ്രരല്ല. ഈ പറയുന്ന കിങ്ഫിഷർ എയർലൈൻസ് ആകട്ടെ അല്ലെങ്കിൽ ബിർളയാകട്ടെ ഈ കടമൊന്നും തിരിച്ചടയ്ക്കാൻ വയ്യാത്തവരല്ല. ഈ പ്രതിസന്ധിയുടെ കാലത്ത് നിർണായകമായ ചോദ്യം ഇപ്പോഴും ശ്രീധരൻപിള്ള പറയുന്നു, ബാങ്കുകാരാണ് അത് ഏറ്റെടുക്കേണ്ടത്, ബാങ്കുകാരാണ് ആ കിട്ടാക്കടം തിരിച്ചു പിടിക്കേണ്ടത്, സർക്കാരിന് അതിലെന്ത് കാര്യമെന്നൊക്കെയാണ്. ഇതെല്ലാം ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണുനാഥ്, ഇവിടെ പ്രസക്തമായ പ്രശ്നം, ഈ വിഷയം
കൂടുതൽ ഗൗരവത്തോടുകൂടി ആളുകൾ ഈ വാർത്തയെ ഇന്ന് സ്വീകരിക്കാനുള്ള കാരണം രാവിലെ മുതൽ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ കാശ്, ആ നോട്ടിൻ്റെ മൂല്യം അസാധുവായ സാഹചര്യത്തിൽ ജോലി പോലും ഉപേക്ഷിച്ച് പൊരിവെയിലത്ത് ക്യൂവിൽ നിന്ന് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അത് മാറി വീട്ടിൽ വന്നൊന്ന് നടുനിവർത്തിയിരിക്കുമ്പോൾ ടി വിയിൽ കാണുന്ന വാർത്ത വിജയ് മല്യയ്ക്ക് ഇളവ് കിട്ടി അല്ലെങ്കിൽ എഴുതി തള്ളി. ഇതൊരു സാധാരണക്കാരൻ കാണുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഇന്നത്തെ പ്രസക്തി. ഇപ്പോൾ അതിൻ്റെ സാങ്കേതികത്വത്തെ സംബന്ധിച്ച് ബാങ്കിൻ്റെ ആളുകൾ വിശദീകരിക്കട്ടെ. മന്ത്രി പറയുന്നത് അംഗീകരിച്ചാൽ പോലും ഞാൻ അതിനെ അന്ധമായ ഒരു രാഷ്ട്രീയ രൂപത്തിൽ അതിനെ കാണുന്നില്ല. പക്ഷേ ബഹുമാന്യനായ ശ്രീധരൻപിള്ള മറുപടി പറയേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ വേണ്ടി നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുൻപാകെ ഒരുപാട് വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ഞങ്ങൾ ഈ വിദേശത്തെ കള്ളപ്പണം മുഴുവൻ കൊണ്ടുവരും, 15 ലക്ഷം രൂപ വെച്ച് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് തരും എന്ന് പറയുമ്പോൾ രാജ്യത്തെ കൊള്ളാവുന്ന കള്ളപ്പണക്കാരെല്ലാം ഈ സമയത്തിനുള്ളിൽ വിദേശത്തെത്തിക്കഴിഞ്ഞു. വിജയ് മല്യയ്ക്ക് ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് ആരുടെയും കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാൻ കഴിയുമോ? ഏതാണ്ട് 10-12,000 കോടി രൂപ ഈ രാജ്യത്ത് വിവിധ ബാങ്കുകൾക്കായി കൊടുക്കാനുള്ള ഒരു വ്യക്തി രക്ഷപ്പെടുമെന്ന് നിരവധി വാർത്തകൾ ദൃശ്യമാധ്യമങ്ങളും പത്രങ്ങളിലും കൊടുത്തിട്ടും ഇന്ത്യയിലെ ഒരു വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള സൗകര്യം, അദ്ദേഹത്തെ MP ആക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യത്ത് അധികാരത്തിലിരുന്നപ്പോൾ ഉണ്ടായതല്ലേ? എന്തുകൊണ്ടാണ് ഈ NBA ആയിട്ട് 2 NBA ആയ അസറ്റ് തിരിച്ചു പിടിക്കേണ്ട പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കേണ്ട സമയത്ത് അദ്ദേഹം രക്ഷപ്പെടുകയാണ്? അദ്ദേഹം മാത്രമാണോ? ലളിത് മോഡി, വസുന്ധര രാജയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് പറയപ്പെട്ട തെളിവ് സഹിതം പുറത്തു വന്ന ലളിത് മോഡി വിദേശത്ത് രക്ഷപ്പെടുകയാണ്. എന്നിട്ട് ഈ പാവപ്പെട്ടവൻ ക്യൂ നിന്ന് തിരിച്ചു വരുമ്പോൾ ഈ വാർത്തകൾ കാണുകയാണ്. ഇതാണ് പ്രശ്നം. ഇവിടെ നിങ്ങൾ വിദേശത്തേക്ക് ഈ കള്ളപ്പണക്കാർക്ക് രക്ഷപ്പെടാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നിങ്ങൾക്ക് പാലിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളിപ്പോൾ പറയുന്നത്, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പറയുന്നത്, നിങ്ങൾ ആ വാഗ്ദാനം ചെയ്ത 15 ലക്ഷം രൂപ തരണ്ട. ആ 15 ലക്ഷം രൂപ ഞങ്ങൾക്കിനി വേണ്ട. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമെങ്കിലും ബാങ്കിൽ നിന്ന് എടുക്കാൻ ഉള്ള സൗകര്യം ചെയ്തു തന്നാൽ മതി. അത് പറയുമ്പോൾ അത് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, പഴയ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഇതിനേക്കാൾ മനോഹരമായ ആചാരങ്ങൾ ഇനിയും വരാനിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തേത് കൊണ്ട് തന്നെ ആളുകൾ പുറത്തുമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യം സൃഷ്ടിച്ചത് ആരാണ്? അതിന് മറുപടി ഈ ഗവൺമെൻറ് പറയേണ്ടതല്ലേ? ശരി വിഷ്ണു, അത് ഞാൻ മടങ്ങി വരാം. അഡ്വക്കേറ്റ് VK പ്രസാദ്, ഇവിടെ റൈറ്റ് ഓഫ് എന്നൊരു സാങ്കേതിക സംജ്ഞയിൽ, ആ സംജ്ഞയിൽ അവരുടെ കടം എഴുതി തള്ളിയിട്ടില്ല. പകരം അസറ്റിൽ നിന്ന് ആസ്തിയിൽ നിന്ന് ഈ അസറ്റിനെ മാറ്റിവെക്കുകയാണ്. അത് ബാങ്കിൻ്റെ വരവ് ചെലവുകളും ലാഭവും കണക്കാക്കുന്നതിലെ വൈഷമ്യങ്ങൾ മറികടക്കാനാണെന്ന ഒരു സാങ്കേതിക ന്യായമുണ്ട്. പക്ഷേ ഈ റൈറ്റ് ഓഫ് യഥാർത്ഥത്തിൽ അതിൻ്റെ ലിറ്ററലി സെൻസിലെടുക്കുകയാണെങ്കിൽ ഒരു റൈറ്റ് ഓഫ് ആയി മാറാനുള്ള സാധ്യതയല്ലേ ഉള്ളത്. കാരണം കിങ്ഫിഷറിൻ്റെ ഏറ്റവും വലിയ ആസ്തി എന്ന് പറയുന്നത് കിങ്ഫിഷറിൻ്റെ ബ്രാൻഡായിരുന്നു. അന്ന് അതിന് കോടികളുടെ മൂല്യമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിന് എന്ത് മൂല്യമാണുള്ളത്? അപ്പോൾ ഈ റൈറ്റ് ഓഫിലൂടെ യഥാർത്ഥത്തിൽ മല്യയിൽ നിന്ന് ഈ കിട്ടാക്കടം ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അതിനെ മറ്റൊരു സാങ്കേതിക ന്യായത്തിലൂടെ എഴുതിത്തള്ളി എന്ന് മാത്രമല്ലേ ഉള്ളൂ. അതല്ല പ്രശ്നം. ഈ ബാങ്കുകളുടെ കിട്ടാക്കടം എഴുതിത്തള്ളുക എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ഉയർത്തുന്ന ന്യായം ഇതൊരു സാങ്കേതികമായ എഴുതിത്തള്ളലാണ് എന്നാണ്. പക്ഷേ ഇവിടെ ഗവൺമെൻറ് മറച്ചു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. സാങ്കേതികമായിട്ട് എങ്ങനെയാണ് എഴുതിത്തള്ളുക? എഴുതിത്തള്ളുന്നത് ബാങ്കിന് കിട്ടാനുള്ള പണം, അതായത് ആ വായ്പയ്ക്ക് തുല്യമായ പണം ബാങ്കിൻ്റെ മൂലധനത്തിൽ നിന്ന് വകയിരുത്തിക്കൊണ്ടാണ് ഈ ടെക്നിക്കൽ റൈറ്റ് ഓഫ് നടത്തുന്നത്. ബാങ്കിൻ്റെ മൂലധനം എന്നാൽ നമുക്കറിയാമല്ലോ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പൊതുമേഖലാ ബാങ്കാണ്. ആ പൊതുമേഖലാ ബാങ്കിൻ്റെ മൂലധനം കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. അതായത് രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണമാണ്. ആ നികുതി പണം ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ ടെക്നിക്കൽ റൈറ്റ് ഓഫ് നടത്തിയിരിക്കുന്നത്. ടെക്നിക്കൽ റൈറ്റ് ഓഫ് നടത്തി കഴിയുമ്പോൾ ബാലൻസ് ഷീറ്റ് ക്ലീനായി എന്ന് പറയാം. കാരണം ബാലൻസ് ഷീറ്റിലില്ല. ഇതുവരെ ഇവിടുത്തെ വൻകിട കോർപ്പറേറ്റുകളുടെ എഴുതിത്തള്ളലിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കേണ്ടതാണ്. കഴിഞ്ഞ 2008 ഈ പ്രതിസന്ധിക്ക് ശേഷം കഴിഞ്ഞ 8 വർഷക്കാലത്തിനുള്ളിൽ ഏകദേശം 6.25 ലക്ഷം കോടി രൂപയോളം ആകെ എഴുതിത്തള്ളി എന്നാണ് കണക്ക്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 2.25 ലക്ഷം കോടി രൂപയോളം എഴുതിത്തള്ളിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതിത്തള്ളിയത് സാങ്കേതികമായി എഴുതിത്തള്ളതായിട്ടാണ് എഴുതിത്തള്ളുമ്പോഴൊക്കെ
സാങ്കേതികമാണെങ്കിലും അല്ലെങ്കിലും എഴുതിത്തള്ളി കളഞ്ഞിട്ടുള്ള അക്കൗണ്ടുകളിൽ എത്ര പണം തിരിച്ചെത്തിയിട്ടുണ്ട്, എത്രത്തോളം ഈടുകൾ വിറ്റ് പണമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്, ബാങ്കുകളുടെ ലാഭത്തിലേക്ക് അത് എഴുതി ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു അന്വേഷണം നടത്തിയാൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരും. റിസർവ് ബാങ്ക് തന്നെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ടിൽ പലപ്പോഴും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ബാങ്കുകൾ ടെക്നിക്കൽ റൈറ്റ് ഓഫ് എന്ന രൂപത്തിൽ സ്വന്തം മൂലധനം എടുത്ത് റൈറ്റ് ഓഫ് ചെയ്യുന്ന ആ തരത്തിലുള്ള വായ്പകൾ അത് തിരിച്ചു വരുന്നില്ല, പിന്നീട് അതിൽ ഫോളോ അപ്പ് നടക്കുന്നില്ല. ഇതിൻ്റെ മറ്റൊരു പരിണത ഫലം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ബാങ്കുകളുടെ മൂലധനം ശോഷിക്കുകയാണ്. ഈ തരത്തിലുള്ള വായ്പകൾ എഴുതിത്തള്ളുന്നതിന് വേണ്ടി സ്വന്തം മൂലധനം ഉപയോഗിക്കുമ്പോൾ ബാങ്കുകളുടെ മൂലധനത്തിൽ ശോഷണം സംഭവിക്കുന്നു. അങ്ങനെ ശോഷണം സംഭവിക്കുമ്പോൾ ബാങ്കുകൾക്ക് പുതിയ വായ്പകൾ കൊടുക്കാൻ കഴിയാതെ വരുന്നു. അങ്ങനെ വായ്പകൾ കൊടുക്കാൻ കഴിയാതെ വരുന്നതിൻ്റെ കെടുതി അനുഭവിക്കുന്നത് മുഴുവൻ നാട്ടിലെ സാധാരണ ജനങ്ങളാണ്. അതാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോർപ്പറേറ്റുകൾ ഒരു വശത്ത് ഈ ആനുകൂല്യങ്ങളെല്ലാം പറ്റുകയും അതോടൊപ്പം ഈ എഴുതിത്തള്ളലിലൂടെ നികുതി പണം കൈവശപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സ്വന്തം അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി, ഉൽപ്പാദനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും വായ്പകൾ കൊടുക്കുവാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കം ഉള്ള ബാങ്കുകൾക്ക് കഴിയാത്ത രൂപത്തിലുള്ള മൂലധന പ്രതിസന്ധി ഈ ബാങ്കുകളെ നേരിടുന്നുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഗവൺമെൻറ് മനഃപൂർവ്വം ബോധപൂർവം തന്നെ തമസ്കരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നം. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് പരസ്യമായ പച്ചയായ ഒരു കൊള്ള തന്നെയാണ് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ശരി പ്രസാദ്, ഞാൻ മടങ്ങി വരാം. ഡോക്ടർ പി ജെ ജെയിംസ്, കഴിഞ്ഞ 3 വർഷത്തിലൂടെ ബാഡ് ഡെബ്റ്റ്സ് എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന ചീത്തക്കടം എന്ന് കേട്ടാൽ ആളുകൾ കടബാധ്യത കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന കടമല്ല. ചീത്തക്കടം എന്നുള്ളത് കോർപ്പറേറ്റുകൾ പെൻഡിങ് വയ്ക്കുന്ന തിരിച്ചടയ്ക്കാത്ത കടമാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ എഴുതിത്തള്ളിയത് 1.14 ലക്ഷം കോടി രൂപയാണ്. ചെറിയ സംഖ്യയല്ല. ഇത്രയും കോടി രൂപ കഴിഞ്ഞ 3 വർഷം എഴുതിത്തള്ളി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 9 വർഷത്തെ, അതായത് ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, മുൻ സർക്കാരിൻ്റെ കാലത്തെ എഴുതിത്തള്ളലിൻ്റെ ഇരട്ടിയോളമാണ് ഈ എഴുതിത്തള്ളൽ എന്നാണ് ആ കണക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. മോദി സർക്കാർ പറയുന്നു തൻ്റെ പോരാട്ടം കള്ളപ്പണത്തിനും കള്ളനോട്ടുകൾക്കുമെതിരായ പോരാട്ടമാണെന്ന്. എത്രമാത്രം വിശ്വസനീയമാണ് ഈ കണക്കുകൾ മുന്നിൽ വയ്ക്കുമ്പോൾ? ഇപ്പോൾ ഇതിനു മുമ്പ് സംസാരിച്ച സുഹൃത്തുക്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കിട്ടാക്കടം എന്ന് നമ്മൾ പറഞ്ഞിരുന്ന ആ വിഷയം നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകൾ നമ്മുടെ ബാങ്കുകൾക്ക്, പൊതുമേഖലാ ബാങ്കുകൾക്ക് കൊടുക്കില്ല എന്നുറപ്പ് വന്നിട്ടുള്ള പണത്തിനാണ് കിട്ടാക്കടം എന്ന് വിളിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരു കർഷകൻ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ വസ്തു അല്ലെങ്കിൽ മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ പണയം വെച്ചിട്ടാണ് ബാങ്ക് വായ്പ കൊടുക്കുന്നത്. ഈ കോർപ്പറേറ്റുകൾക്ക് വെറും ഗുഡ് വില്ലിൻ്റെ അടിസ്ഥാനത്തിൽ വൻകിട മാനേജർമാർ ലക്ഷക്കണക്കിന് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ചെറിയ കണക്ക് ഞാൻ പറയാം. അതായത് അംബാനി 1.25 ലക്ഷം കോടി രൂപ, വേദാന്ത 1.3 ലക്ഷം കോടി രൂപ, SR 1.01 ലക്ഷം കോടി രൂപ, അദാനി 96,031 കോടി രൂപ, അതുപോലെ തന്നെ ജിണ്ടാൽ, അതായത് നരേന്ദ്രമോദിക്ക് ഈ നവാസ് ഷെറീഫുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് ഇടപാട് ചെയ്തു കൊടുത്ത ജിണ്ടാൽ 58,001, അതിനു മുമ്പ് ജെയ്ജി ഗ്രൂപ്പ് 75,163 കോടി രൂപ, ജിണ്ടാൽ 58,171 കോടി രൂപ, GMR ഗ്രൂപ്പ് 47,000 കോടി രൂപ, അതുപോലെ തന്നെ ലാങ്കോ 47,000 കോടി രൂപ, GVR 33,000 കോടി രൂപ. ഈ 10 കമ്പനികളുടെ തന്നെ ഏതാണ്ട് 8 ലക്ഷം കോടി രൂപ വരും. ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മനസ്സിലാക്കുന്ന 11 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ ബാങ്കുകൾ കിട്ടാക്കടമായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ഇതെല്ലാം എഴുതി തള്ളിക്കഴിഞ്ഞു. സാങ്കേതികമായി എഴുതിയോ ഇല്ലയോ എന്നുള്ളതല്ല. ഇപ്പോൾ വിജയമല്യയുടെ പ്രശ്നം എന്ന് പറയുന്ന ഈ മഞ്ഞുമല്ലയുടെ ഒരു മുകളറ്റം മാത്രമാണ്. ഇപ്പോൾ നമ്മൾ അദാനിയുടെ കാര്യം എടുക്കൂ. ഈ അദാനി എന്ന് പറയുന്ന ഈ മാന്യൻ, നരേന്ദ്രമോദിയുടെ ഉറ്റ തോഴൻ, 96,000 കോടി രൂപ കിട്ടാക്കടം ബാങ്കിന് കൊടുക്കാനുള്ളപ്പോഴാണ് ഇയാൾ മോഡിയുടെ കൂടെ ഓസ്ട്രേലിയയിൽ പോയി നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യയും ആ കൂടെ പോയി 6,600 കോടി രൂപ എഴുതി കൊടുത്തു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത്, ജനങ്ങളുടെ പണം ഈ കൊള്ളക്കാർക്ക്, ഈ കള്ളന്മാർക്ക്, രാജ്യദ്രോഹികൾക്ക് എഴുതി കൊടുത്ത് അവർ ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ പുറത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അദാനി എന്ന് പറയുന്ന ഈ കുത്തക ഈ മൗറീഷ്യസിലേക്ക് ഏതാണ്ട് 5,000 കോടി രൂപ വലിച്ചതിൻ്റെ ഭാഗമായി എൻഫോഴ്സ്മെൻറ്റ്
കേസ് ചാർജ് ചെയ്തിട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ഈ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ CBI വിടുക ചെയ്തത്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. പാവങ്ങൾ ഇന്ന് ബാങ്കിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുമ്പോൾ അവരുടെ വിരലിൽ മഷി പുരട്ടുന്ന ഈ ആളുകൾ, ഈ രാജ്യദ്രോഹികളെ, നമ്മുടെ രാജ്യത്തെ കൊള്ളയടിക്കുന്ന ഈ വൻ കുത്തകകളെ അവരെ കൊള്ളയടിക്കാൻ വേണ്ടി കയറൂരി വിട്ടിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ സാമ്പത്തിക നയം. ഇപ്പോൾ ഇവിടെ ഈ അടുത്ത കാലത്തൊരു സ്റ്റഡി വന്നു, റിസർവ് ബാങ്കിൻ്റെ ഒരു സ്റ്റഡി വന്നു. അതായത് നമ്മുടെ ഈ പൊതുമേഖലാ ബാങ്കുകളെല്ലാം ഇതുപോലെ കിട്ടാക്കടം വരുന്നതിന് ഒരു പ്രധാന കാരണം PPP പദ്ധതികളാണ്. അതായത് നമ്മുടെ അരുൺ ജെയ്റ്റ്ലി ബജറ്റിൽ പറഞ്ഞത് ഈ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ PPP കമ്പോളമാണ്. എന്താണ്? പൊതു സ്വകാര്യ കമ്പോളം. അപ്പോൾ ഈ പൊതു സ്വകാര്യ പദ്ധതികളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ കൊള്ള ചെയ്യാൻ വേണ്ടി സ്വകാര്യ കുത്തകൾക്ക് ബാങ്കിൽ നിന്ന് പണം എടുക്കാനുള്ളൊരു മാർഗ്ഗമാണ്. ഇപ്പോൾ അദാനിയുടെ കാര്യം എടുക്കൂ. നമ്മുടെ കേരളത്തിലെ അദാനിയുടെ വിഴിഞ്ഞം പദ്ധതി, ഈ വിഴിഞ്ഞം പദ്ധതിയിലെ 7500 കോടി രൂപയിൽ നമ്മുടെ കേരള ഗവൺമെൻറ് 5000 കോടി ഇടുമ്പോൾ അദാനി 2500 കോടി രൂപ മുടക്കുന്നു. ഈ അദാനിക്ക് ഈ പണം എവിടുന്നാണ് കൊടുക്കുന്നത്? നമ്മുടെ ബാങ്കുകളാണ്. നമ്മുടെ പിണറായി വിജയന് പണം കൊടുക്കില്ല. പിണറായി വിജയന് തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പണം കൊടുക്കില്ല. പണം കൊടുക്കുന്നത് അദാനിക്കാണ് 2500 കോടി രൂപ. അത് അദാനിക്ക് എഴുതി തള്ളും. അപ്പോൾ അങ്ങനെ നമ്മുടെ രാജ്യത്തെ ബാങ്കുകൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പൊതുമേഖലാ ബാങ്കുകൾ തകർത്ത് ഈ ബാങ്കുകളെയൊക്കെ തന്നെ സ്വകാര്യ കുത്തകൾക്ക് പണയം വെച്ച് നമ്മുടെ രാജ്യത്തെ മുഴുവൻ സംവിധാനത്തെയും കോർപ്പറേറ്റുകൾക്ക് അടിയറ വയ്ക്കുന്ന ഈ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമാണിത്. ഇത് മോഡി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ മോഡലാണ്. അമേരിക്കയിൽ കഴിഞ്ഞ 2009-നും 2013-നും ഇടയ്ക്ക് മാത്രം $4 ട്രില്യൺ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് കുത്തകളുടെ പണപ്പെട്ടിയിലേക്ക് ഫെഡറൽ റിസർവ് സിസ്റ്റം അവിടെ ഒഴുക്കി. എന്താ കാര്യം? അവർക്ക് പ്രതിസന്ധിയാണ്. അവരുടെ ലാഭം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ലോകമെങ്ങും ഇന്ത്യയിലെ കുത്തകളുടെയും ആഗോള കുത്തകളുടെയും ലാഭം വലിയ തോതിൽ വർദ്ധിക്കുമ്പോൾ അവർക്ക് നഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തേജക പാക്കേജ് എന്ന് പറഞ്ഞുകൊണ്ട്, സ്റ്റിമുലസ് പാക്കേജ് എന്ന് പറഞ്ഞുകൊണ്ട്, റെസ്ക്യൂ പാക്കേജ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പണം എഴുതിത്തള്ളു. അപ്പോൾ അതിലേക്ക് ഞാൻ വരാം. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, CBIയുടെ ഒരു കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഇന്ത്യക്കാരുടെ കൈവശമുള്ള കള്ളപ്പണം $500 ബില്യൺ. 1 ബില്യൺ എന്നാൽ 100 കോടി എന്നാണെങ്കിൽ 500 ബില്യൺ എന്ന ആ സംഖ്യ നാം ഒന്ന് ആലോചിച്ച് നോക്കുക. ലോകബാങ്കിൻ്റെ 2010 കണക്ക് പ്രകാരം ഇന്ത്യൻ എക്കണോമിയിലുള്ള ഷാഡോ എക്കോണമി എന്ന് പറയുന്ന ഈ കള്ളപ്പണ വ്യവസ്ഥ ഏതാണ്ട് ഇന്ത്യൻ GDPയുടെ 26% വരും. നമ്മളിവിടെ മുമ്പ് ചർച്ച ചെയ്ത ഈ കണക്കുകൾ, എഴുതിത്തള്ളിയ രൂപ, ബ്ലാക്ക് മണി സംബന്ധിച്ച CBIയുടെ സത്യവാങ്മൂലം, ഇതെല്ലാം ചേർത്ത് വായിക്കുക. മോദി ആഭ്യന്തരമായി വേട്ടയാടുന്ന കള്ളപ്പണക്കാരാരാണ്? ഈ പറയപ്പെട്ട ആളുകളാണോ? അതോ നമ്മുടെ നാട്ടിൽ അല്ലാത്ത കള്ളപ്പണക്കാരുണ്ട്? കച്ചവടക്കാർ, ഇഞ്ചി കച്ചവടം മുതൽ തടിക്കച്ചവടം മുതൽ പ്ലൈവുഡ് കച്ചവടം മുതൽ അങ്ങനെ പല കച്ചവടം ചെയ്യുന്ന പലരുടെയും കയ്യിൽ ടാക്സ് അടയ്ക്കാത്തതോ ലിക്വിഡായിട്ടുള്ള വലിയ എമൗണ്ടുകൾ ഉണ്ടാകും, 20-30 ലക്ഷം രൂപ ഉണ്ടാകാം. അത്തരം കള്ളപ്പണക്കാരെയാണോ മോദി വേട്ടയാടുന്നത്, അതോ മുൻപ് സൂചിപ്പിച്ച ആളുകളെയാണോ? അജിംസ, താങ്കളുടെ ഈ വ്യാഖ്യാനം വസ്തുതാപരമായി ഞാനതിലേക്ക് വരാം. അതിന് മുമ്പ് എൻ്റെ സഹോദരൻ ഞങ്ങൾ വളരെ അടുപ്പമുള്ളവരാണ്, വിഷ്ണു പറഞ്ഞ കുറേ കാര്യങ്ങൾ രാഷ്ട്രീയമാണ്. ഇതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചോളൂ. ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ടും നമുക്ക് നേട്ടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു രാജനൈതിക രംഗമാണ് നമ്മുടെ രാജ്യത്തിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഞാനതിനെ കുറ്റപ്പെടുത്തുന്നില്ല. ഈ പ്രശ്നത്തെ സംബന്ധിച്ചിപ്പോൾ താങ്കൾ അജിംസി ചോദിച്ചല്ലോ. അതിന് മുമ്പ് ബാങ്കിലെ എൻ്റെ സുഹൃത്തും അതുപോലെ പ്രസാദ് അദ്ദേഹവും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ, ഇത് അടിസ്ഥാനപരമായ ഒരു സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതെനിക്ക് സമയം ഇവിടെ തരാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സോവിയറ്റ് റഷ്യയിലും ചൈനയിലും പരാജയപ്പെട്ട സാമ്പത്തിക ശാസ്ത്രമല്ല ഞങ്ങളുടേത്. അതുകൊണ്ട് ബാങ്ക് നാഷണലൈസേഷൻ തൊട്ടിങ്ങോട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിലൊക്കെ കുറേ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ജനങ്ങളെ കബളിപ്പിച്ചു പോയി. 69-ൽ ഇന്ദിരാഗാന്ധിയെ പിന്താങ്ങിയ കമ്മ്യൂണിസ്റ്റ് കക്ഷികൾ, ആ കക്ഷികളും, അത് ഞാൻ അവരെ നന്നാക്കാനൊന്നും അവരെ ഉപദേശിക്കാനല്ല. എന്തുകൊണ്ട് 1% താഴെ വോട്ടുള്ളവരും 3% വോട്ടായിട്ട് തിരിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ കടം കൊടുക്കുമ്പം സെക്യൂരിറ്റി ഇല്ലാതെ അല്ലാതിൻ്റെ കാര്യങ്ങൾ ശരിയാ, സാധാരണക്കാരൻ്റെ കൊടുക്കുന്നു, ഇവർക്ക് കൊടുത്തു എന്നുള്ളതാണ്. ഇതെല്ലാം കൊടുത്ത് ഏത് കാലഘട്ടത്തിലാണെന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ഇടതുപക്ഷം കൂടി ഭരിച്ച 96 കാലഘട്ടമുണ്ട്, 96, 98 കാലഘട്ടം. അന്നത്തെ ആഭ്യന്തരമന്ത്രി പോലും അടുത്ത CPI-കാരനാണ്. CPM ഇന്ത്യയിലെ 2005-ൽ അവരുടെ പാർട്ടിയുടെ അദ്ദേഹം ഇടതുപക്ഷക്കാരനും അതിലൊക്കെ ബന്ധപ്പെട്ടവരാണല്ലോ. വായിച്ചു നോക്കട്ടെ. ഇന്ദ്രപ്രസ്ഥിലെ അധികാരം നിയന്ത്രിച്ചിരുന്ന പാർട്ടി എന്ന് അവർ തന്നെ അവരുടെ പ്രമേയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം 2004 കാലഘട്ടത്തിലുണ്ടായില്ലേ? ആ ഉണ്ടായ അവസരത്തിലുമെല്ലാം നമ്മുടെ ബാങ്കുകളുടെ ചരിത്രം പരിശോധിച്ചാൽ, പൊതുമേഖല പരിശോധിച്ചാൽ ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട്
ഇതിൻ്റെ പേരിൽ രാഷ്ട്രീയമായിട്ട് നരേന്ദ്രമോദിയോട് പ്രതികാരം വെട്ടാൻ ചോദിക്കുന്ന കള്ളപ്പണത്തിൻ്റെ വ്യക്താക്കന്മാർ. രാഷ്ട്രീയ പാർട്ടിയിൽ കള്ളപ്പണമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ പാർട്ടി ഏതാ? അതുകൊണ്ട് അതിൻ്റെയൊക്കെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ 2014 വരെയും എൻ്റെ സുപ്രീം കോടതി ആവർത്തിച്ച് അൾട്ടിമേറ്റം കൊടുത്തിട്ട് ഒരു കമ്മിറ്റിയെ വിദേശത്തുള്ള കണക്കെടുക്കാൻ നടപടിക്ക് വേണ്ടി മോണിറ്ററിങ്ങിൽ സുപ്രീം കോടതി പറഞ്ഞിട്ട് ചെയ്യാതെ അൾട്ടിമേറ്റം കൊടുത്തില്ലേ? നരേന്ദ്രമോദി വന്നപ്പോഴല്ലേ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ സിൻഹയും അതുപോലെ അജിത് പ്രസാദത്തിനെയും വെച്ചത്. അജിത് പ്രസാദത്ത് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ എതിരായിട്ട് പറഞ്ഞിട്ടുള്ള ആളാണ്. വീണ വായിക്കുന്ന നീറോ ചക്രവർത്തി എന്ന് വിളിച്ച ആളാണ്. വേറൊരു ജഡ്ജിമാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നു. അത് സംബന്ധിച്ചുള്ള ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, നിങ്ങളുടെ തന്നെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള 2 സാമ്പത്തിക നടപടി എടുത്തിട്ടുള്ളത്. ലിസ്റ്റ് കൊണ്ടുവന്നതായാലും ശരി, അതുപോലെ മൊറീഷ്യസുമായിട്ട് വഴിയുള്ള ഇടപാടുകളെ സംബന്ധിച്ച് ബ്ലോക്ക് ചെയ്തതെല്ലാം ഉണ്ട്. ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. രണ്ടാമത് നിങ്ങൾ ചോദിച്ച ചോദ്യം, അജിംസിപ്പോൾ ഇത് ചോദിച്ചല്ലോ, ചോദിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കട്ടെ, സ്വതന്ത്ര ഇന്ത്യയിൽ പൊതുമേഖല എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ആശയമായിരുന്നു. ഗാന്ധി എവിടെയും പൊതുമേഖല പറഞ്ഞിട്ടില്ല. പൊതുമേഖല ഞാൻ എതിരുമല്ല. ഇന്നത്തെ കാലത്ത് പൊതുമേഖല വേഗണം, ഞാൻ നെഹ്റുവിൻ കാഴ്ചപ്പാടിനെ മാനിക്കുന്നു. പക്ഷേ പൊതുമേഖലയ്ക്ക് വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് ആശയത്തിന് പുറകെ സോവിയറ്റ് മോഡൽ ആസൂത്രണത്തിന് പോയി. ഇന്ത്യ പരാജയപ്പെട്ടോ? ഇന്ത്യ പരാജയപ്പെട്ടുകൊണ്ടാണല്ലോ വിഷ്ണു ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ. 91 ഡിസംബർ മാസം 17-ാം തീയതി പാർലമെൻറ്റിൽ അന്നത്തെ ധനകാര്യമന്ത്രി മൻമോഹൻ സിംഗ് ഉപയോഗിച്ച് വാജ്പേയിയുടെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിരുന്ന 2 പേരുടെ ശ്രീധരൻപിള്ള, ക്ഷമിക്കണം, എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. നിങ്ങൾ ഏത് കള്ളപ്പണക്കാരെയാണ് വേട്ടയാടുന്നത്? എൻ്റെ ചോദ്യം വളരെ വ്യക്തവും ലളിതവുമാണ്. ആഭ്യന്തരമായുള്ള കള്ളപ്പണക്കാരെയാണോ അതോ ഈ പറഞ്ഞ ആളുകളെ? വരാം, അത് ഞാൻ പറയട്ടെന്ന്. നിങ്ങൾ പറഞ്ഞ അജംസ് പറയുന്ന കാഴ്ചപ്പാടിലെ ഞങ്ങളുള്ളത്. നിങ്ങൾ പറയുന്നത് കുറേ അവരെ മാത്രമേ പറ്റുന്നല്ല. ഈ രാജ്യത്ത് സമഗ്രമായിട്ടുള്ള ശ്രമമാണ് 11 ലക്ഷം കോടി റുപ്യ ഇതുവഴി വരുമെന്നും അതിൻ്റെ ബാങ്കുകളെല്ലാം കൂടി ഇപ്പോൾ പറഞ്ഞ ഈ ദിവസങ്ങളിൽ കിട്ടിയ കണക്കനുസരിച്ച് 4 ലക്ഷം കോടിയോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഞാൻ പറയട്ടെ. അപ്പോൾ അതുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തും. ആ എത്തുന്നതിന് ജനങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടായി. ആ ബുദ്ധിമുട്ട് കുറയ്ക്കുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും ഞാനൊരു കോപ്പറേറ്റീവ് മേഖല ഉൾപ്പെടെ, കേരളത്തിലെ കോപ്പറേറ്റീവ് മേഖല ഉൾപ്പെടെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ വിശാല കാഴ്ചപ്പാടി പോകണം എന്നുള്ള അഭിപ്രായമാണ്. അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഇന്നൊന്നും നിങ്ങൾ ഈ പറയുന്ന വിഷ്ണു കണ്ട ചെങ്ങന്നൂർ കണ്ടോ എന്ന് എനിക്കറിയില്ല. ക്യൂ ഇത്രയധികം അവിടെ ആയിരിക്കും. ഇന്ന് ഞങ്ങളൊക്കെ കോഴിക്കോട്ടും മറ്റു പല സ്ഥലത്തും നോക്കുന്ന അവസരത്തിൽ ചെങ്ങന്നൂർ ഉൾപ്പെടെ, ഞാൻ ഇന്നലെ ചെങ്ങന്നൂർ പോരുന്നതാണ്, ക്യൂവിലെല്ലാം കുറഞ്ഞു വരുന്നു. ഇതെല്ലാം പരിഹരിക്കാൻ സാധിക്കും. പക്ഷേ ഇതൊക്കെ വിൽപ്പന ചരക്കാക്കിയിട്ടുള്ള രാഷ്ട്രീയം ദൗർഭാഗ്യകരമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ജനങ്ങൾക്കറിയാം ഇത് നരേന്ദ്രമോദിക്ക് എന്ത് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ബാങ്കിങ്ങിൻ്റെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ എൻ്റെ ബാങ്ക് സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ രാഷ്ട്രപതിയെക്കാളും ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കാളും ശമ്പളം വാങ്ങുന്ന അടിസ്ഥാന വർഗമായ തൊഴിലാളികളാണല്ലോ നമ്മുടെ ബാങ്കിലെ പല ആൾക്കാരും. കുറ്റപ്പെടുത്തുകയല്ല, അവരാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന LICയിലെയും ബാങ്കിലെയും ഈ ഒരു വിഭാഗം ബാങ്കുകാരെ മൊത്തമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിനെതിരായിട്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിലേക്ക് ഇത് എത്തുന്നുണ്ട്. എങ്ങനെ 12 കൊല്ലം നരേന്ദ്രമോദിയെ വേട്ടയാടുമോ ഇപ്പോഴും വേട്ടയാടിക്കുള്ളൂ. അൾട്ടിമേറ്റ്ലി ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകും. ജനങ്ങളാണ് ഞങ്ങളുടെ വിശ്വാസം. ചാനലുകളെ ഒന്നും ഞങ്ങൾ എതിർക്കുന്നില്ല, ബാങ്കുകാരെ എതിർക്കുന്നില്ല. റൈറ്റ്. ശ്രീധരൻപിള്ളയുടെ വിശദീകരണം എത്രമാത്രം തൃപ്തികരമാണ് എന്നുകൂടി പരിശോധിക്കണം. ഞാൻ വളരെ പെട്ടെന്ന് മടങ്ങിയെത്താൻ അതിഥികളിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. റൈറ്റ്. PC വിഷ്ണുനാഥിലേക്ക് ഒരിക്കൽ കൂടി. വിഷ്ണുനാഥ്, ഇവിടെ ശ്രീധരൻപിള്ള വിശദീകരിച്ചത് ഈ പറഞ്ഞ 2 തരം കള്ളപ്പണങ്ങളെയും സമഗ്രമായി ഉൾക്കൊണ്ടുള്ള ഒരു ഓപ്പറേഷനാണ് അദ്ദേഹം വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത് എന്നാണ്. നമുക്കറിയാം, ഈ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് 1 കോടി രൂപ അദ്ദേഹം അഴിമതിപ്പണം വാങ്ങിയതായ ഒരു വിവാദമുയർന്നിരുന്നു. അത് തെറ്റാവട്ടെ ശരിയാവട്ടെ, ആ വിവാദകാലത്തുള്ള ഏറ്റവും വലിയ ഡിസ്കഷൻ 1 കോടി രൂപ സ്യൂട്ട് കേസിലാക്കി നൽകണമെങ്കിൽ നോട്ടിൻ്റെ അളവും സ്യൂട്ട് കേസിൻ്റെ അളവും ഒക്കെ വെച്ച് വലിയ ചർച്ചകളന്ന് നടന്നിരുന്നു. അത്രയും 1 കോടി രൂപ ഉൾക്കൊള്ളുന്നൊരു സ്യൂട്ട് കേസ് ഉണ്ടാവുമോ എന്നുള്ളതായിരുന്നു അന്നത്തെ ചോദ്യം. നമുക്കറിയാം, അന്നത്തെ നോട്ടുകളല്ല ഇന്നത്തെ നോട്ടുകളുള്ളത്. കള്ളപ്പണത്തിൻ്റെ ഒരു വ്യാപ്തി പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ ആഭ്യന്തര കള്ളപ്പണക്കാർ, ഞാൻ ആദ്യം സൂചിപ്പിച്ച ആഭ്യന്തരമായി ബാങ്കുകളിൽ നിക്ഷേപിക്കാത്തതോ അല്ലെങ്കിൽ കണക്ക് കാണിക്കാത്തതോ ആയ കള്ളപ്പണം ഇന്ത്യയിൽ തീർച്ചയായും ഉണ്ട്. ഈ കള്ളപ്പണവുമൊക്കെയും ഈ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകളാക്കി മാറ്റിയാണ് വെച്ചിരിക്കുന്നതെന്ന് യുക്തിസഹമായി ചിന്തിക്കുന്ന ഒരാൾക്ക് കണ്ടെത്താൻ കഴിയും. അല്ല, ഞാനതിന് മറുപടി പറയാം. അതിനു മുമ്പ് ശ്രീധരൻപിള്ള അവർകൾ, അദ്ദേഹത്തിന് എനിക്ക് വളരെ ബഹുമാനമുള്ള, വളരെ കാലമായി പരിചയമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം BJPയുടെ നേതാവായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം BJP എടുത്തിരിക്കുന്ന ഒരു ലൈനുണ്ട്, സംഘപരിവാർ. BJP മാത്രമല്ല, നിങ്ങൾ എന്ത് ജനദ്രോഹ നടപടികൾ BJP നടപ്പിലാക്കുന്നുണ്ടെങ്കിലും അതിനെ ആരെങ്കിലും എതിർത്താൽ 3 കാര്യം വെച്ച് അവരെ ബ്രാൻഡ് ചെയ്യും. 1, അവർ പാകിസ്ഥാൻ ഏജൻറ്റുകൾ, 2, അവർ രാജ്യദ്രോഹികൾ,
മൂന്ന് അവർ രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്കൊപ്പം നിൽക്കുന്നവർ. അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടാൽ ചെറുകിട കച്ചവടക്കാർ, വ്യാപാരികൾ, വീട്ടമ്മമാർ 16 പേര് രാജ്യത്ത് മരണപ്പെട്ടു, ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെയായി. ഫിനാൻഷ്യൽ സർജിക്കൽ സ്ട്രൈക്ക് എന്നാണല്ലോ വിശേഷിപ്പിച്ചത്. അത്തരം എന്തെങ്കിലും സൂക്ഷ്മത ഉണ്ടായിരുന്നു? ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നത് രാഷ്ട്രീയമല്ല, ഞങ്ങൾ പിന്തുണച്ചവരല്ലേ. ഞങ്ങൾ ഈ നയത്തെ കള്ളപ്പണം കൊണ്ടുവരുന്നത്, അതായത് രാജ്യത്തെ 6% ലിക്വിഡ് ക്യാഷായി, ഇവിടെ എന്നോട് ഇപ്പോൾ ചോദിച്ചതുപോലെ ലിക്വിഡ് ക്യാഷായി കള്ളപ്പണം സൂക്ഷിക്കുന്നത് 6%. ബാക്കിയെല്ലാം ബിനാമി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഗോൾഡിലുള്ളതുണ്ട്, റിയൽ എസ്റ്റേറ്റിലുള്ളതുണ്ട്, അല്ലാതെ ബിനാമി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ 6% ആളുകളെ പിടിക്കാനാണെങ്കിലും നിങ്ങൾ നടത്തുന്നതിനെ പിന്തുണച്ചവരാണ്. നിങ്ങളെന്താ പറഞ്ഞത്? 2-3 ദിവസത്തെ ബുദ്ധിമുട്ടേ ഉള്ളതെന്നാണ് ആദ്യം പറഞ്ഞത്. അത് നമ്മൾ കേട്ടു, ഒന്നും പറഞ്ഞില്ലല്ലോ. 3 ദിവസം കഴിഞ്ഞു, 8 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞത് 3 ആഴ്ചത്തെ പ്രശ്നമേ ഉള്ളൂ എന്നാണ്. പ്രധാനമന്ത്രി ഗോവയിൽ പറഞ്ഞത് 50 ദിവസം ക്ഷമിക്കണം ഇത് ശരിയാക്കിയെടുക്കാനെന്നാണ്. എന്ന് പറഞ്ഞാൽ 2016 ഇത് തീരില്ല എന്ന് പ്രധാനമന്ത്രി തന്നെയല്ലേ പറഞ്ഞത്. 2016 തീരില്ല, 2017 പോകും. അതിനെ നിങ്ങൾ ദുരിതമാണ് ചെയ്തത്, നിങ്ങളുടെ കെടുകാര്യസ്ഥതയാണ്. ധനകാര്യ വകുപ്പ്, അതായത് ഹയർ ഡിനോമിനേഷൻ നോട്ടുകൾ പിൻവലിക്കുമ്പോൾ ലോവർ ഡിനോമിനേഷൻ നോട്ടുകളുടെ 5 ഇരട്ടിയോ 10 ഇരട്ടിയോ പ്രിന്റ് ചെയ്യണമായിരുന്നു. ഇന്നും ഇന്ത്യയിലെ കോഴിക്കോട്ടെ കാര്യമല്ല, മഹാരാഷ്ട്രയിലെ ചില ഗ്രാമങ്ങളിൽ ATMകൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കുകയാണ്. അവിടെ ലോവർ ഡിനോമിനേഷൻ നോട്ടുകൾ ATMിലില്ല. ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും ഇല്ല, കേരളത്തിലെ പല. ഇപ്പം ഞാൻ ഇന്നലെ ട്രെയിനിൽ വന്നപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഒരു TTR യാത്ര ചെയ്യുന്നുണ്ട്, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നയാളാണ്. അദ്ദേഹം എൻ്റെ അടുത്തിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കാരാളിമുക്കിലുള്ള ഒരാളോട് വിളിച്ചു ചോദിക്കുകയാണ്, കൊല്ലം ജില്ലയിലെ തേവലക്കരയ്ക്കടുത്തുള്ള കാരാളിമുക്ക് ATMിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ATMിൽ ഇന്ന് കാശ് വന്നു, പക്ഷേ 6:30 മണിയായി, നീണ്ട ക്യൂ ആണ്. കാരണം ഇന്നാണ് അവിടെ കാശ് നിറഞ്ഞത്. അപ്പോൾ ഈ രൂപത്തിൽ ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ്. എന്തിൻ്റെ പേരിലാണ്? ഇനി ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള ഒരു മനുഷ്യാവകാശ സംഘടനയുടെ പ്രവർത്തകൻ കൂടിയാണല്ലോ. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് വിജയ് മല്യയെ പിടിക്കാൻ കഴിയുന്നില്ല. പാവപ്പെട്ടവൻ 2500 രൂപയും 3000, 4000, 4500 മാറാൻ ചെല്ലുന്നവൻ്റെ കയ്യിൽ ഈ മഷി പുരട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഭരണകൂടം അവനെ അവിശ്വസിക്കുകയല്ലേ? ഇത് ഇൻസൾട്ടല്ലേ? ആത്മാഭിമാനത്തെ അപമാനിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? എന്നെ കള്ളനാണെന്ന് മുദ്ര കുത്തുകയല്ലേ ചെയ്യുന്നത്? എന്നിട്ട് ഞങ്ങൾ അതൊന്നും പറയാൻ പാടില്ല. ആ പൊരി വെയിലത്ത് ക്യൂവിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നമോ നമോ എന്ന് മന്ത്രം ജപിക്കണം. മന്ത്രം ജപിച്ചില്ലെങ്കിലോ നിങ്ങൾ പാകിസ്ഥാൻ ഏജന്റ്, നിങ്ങൾ രാജ്യദ്രോഹി, നിങ്ങൾ രാജ്യത്തെ അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്നവർ എന്ന് പറയുന്ന ബ്രാൻഡിംഗ് ആണ്. നിങ്ങൾ ബ്രാൻഡ് ചെയ്തോ, ഞങ്ങൾക്കത് അശേഷം ഭയമില്ല. ഞങ്ങൾ ഈ സത്യത്തിൻ്റെ കൂടെ നിൽക്കും. കാരണം നിങ്ങൾ അബദ്ധം കാണിച്ചിട്ടും ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കതിന് മനസ്സില്ല. ഞങ്ങളതിനെ നിങ്ങൾ എന്തു വേണമെങ്കിലും മുദ്ര കുത്തിക്കോ, ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 4ാമത്തെ കാര്യം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പ്രശ്നം തന്നെയാണ്. ഇത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന് ഏതെങ്കിലും വ്യക്തമായൊരു ധാരണ ഇപ്പോഴെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറഞ്ഞെടുത്തുനിന്ന് നിങ്ങൾ മാറി, ഇപ്പോൾ ഇവിടേക്ക് വന്നു. ഇവിടെയും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ക്യാഷ്ലെസ് എക്കോണമി എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ശരിയാവുന്നത്? ഇപ്പം ആരുടെയും കൈ കാശില്ലാത്ത ഒരു ക്യാഷ്ലെസ് എക്കോണമിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. അല്ലാതെ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇതിൽ നിന്നും എന്ത് സഹായമാണ് ലഭിക്കാൻ പോകുന്നതിനെ സംബന്ധിച്ച് ഒരു കണക്ക് വരുന്നുണ്ട്. ഇന്ന് പ്രതിപക്ഷം പാർലമെന്റിൽ പറഞ്ഞത് അതാണ്. നിങ്ങൾ ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച്, ഇതിൻ്റെ നേട്ടങ്ങളെ സംബന്ധിച്ച് ജനങ്ങളോട് വ്യക്തമാക്കാൻ കഴിയണം. ഇത്രയധികം ആളുകൾ ജോലിയില്ലാതെ ജോലി നഷ്ടപ്പെടുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തുണ്ടായിരിക്കുന്ന നഷ്ടവും ഈ തീരുമാനം മൂലം ഉണ്ടാകുന്ന ലാഭവും കൂടി തമ്മിലൊരു കണക്കെടുപ്പ് ഉണ്ടാകണ്ടേ? ആ കണക്ക് നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തൂ, ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കാം, ഞങ്ങൾക്ക് ഒരു മുൻവിധിയുമില്ല. പിന്നെ രാഷ്ട്രീയം എന്ന് അദ്ദേഹം പറഞ്ഞതിന് ഒരു മറുപടി. ഞാനൊരു കാര്യം ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള അവരോട് ചോദിക്കുന്നു. പ്രധാനമന്ത്രി രാത്രിയിൽ പ്രഖ്യാപിക്കുന്നു, പിറ്റേ ദിവസം അദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്യാമായിരുന്നല്ലോ. ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരെ പല രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരുണ്ട്. ഞങ്ങൾ CPM-നെ പോലെ അന്ധമായി ഇതിനെ എതിർത്തവരല്ല. ഞങ്ങളുടെ മുഖ്യമന്ത്രിമാർ കർണാടകയിലടക്കം ഈ കാര്യത്തിൽ ജനങ്ങൾക്ക് സഹായകരമായ സമീപനം സ്വീകരിച്ചത് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ ക്യൂവിൽ പോയി ആളുകൾക്ക് സഹായം ചെയ്തു, ഹെൽപ്പ് ഡെസ്ക് തുറന്നു, വെള്ളം കൊടുത്തു. ഞാൻ അങ്ങയോട് 1 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. അങ്ങയുടെ പ്രധാനമന്ത്രി എവിടെയായിരുന്നു? ജപ്പാനിൽ പോകുന്നത് ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ രാജ്യത്തെ ജനങ്ങൾ ആശങ്കയിലാകുമ്പോൾ ഇവിടെ നിന്ന് മുഖ്യമന്ത്രിമാരുടെ സമ്മേളനം വിളിച്ചുകൂട്ടി അവരോട് കാര്യങ്ങൾ വിശദീകരിച്ച് അവരുടെ പിന്തുണ തേടുന്നതിന് പകരം ജപ്പാനിൽ അദ്ദേഹം പോയി, അദ്ദേഹം അവിടെ PP ഊതി, അദ്ദേഹം ഇന്ത്യയിലെ വിവാഹം കഴിക്കണം, നിങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ മധ്യവർഗത്തെ അദ്ദേഹം പരിഹസിച്ചില്ലേ? അതിനുശേഷം പരസ്പരം സീരിയലിലെ നായികയെ പോലെ ഗോവയിൽ വന്നിട്ട് അദ്ദേഹം വിതുമ്പുന്നു, കരയുന്നു.
അദ്ദേഹം എന്നിട്ട് പറയുകയാണ് കോൺഗ്രസ് 25 പൈസയുടെ നാണയം പിൻവലിച്ചു, അത് അവരുടെ സ്റ്റാൻഡേർഡ്, ഞാൻ 1000 രൂപയുടെ നോട്ട് പിൻവലിച്ചു, അത് എൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന രാഷ്ട്രീയം, അധിക്ഷേപം ആരാണ് ഈ രാജ്യത്ത് ചെയ്തത്? ഞങ്ങളാണോ? ഇന്ത്യൻ പ്രധാനമന്ത്രി എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും രാജ്യത്തെ മുഖ്യമന്ത്രിമാരെയും അവർ ജനങ്ങൾ തിരഞ്ഞെടുത്തവരാണ്. അങ്ങയെപ്പോലെ തന്നെ വിശ്വാസത്തിലെടുക്കാതെ രാഷ്ട്രീയം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വിമർശിക്കുന്നവരെല്ലാം രാഷ്ട്രീയക്കാരാണ്, പാകിസ്ഥാൻ ഏജന്റുമാരാണ്, രാജ്യദ്രോഹികളാണ്. ശരി വിഷ്ണുനാഥ്. പ്രസാദ്, ഇവിടെ ഇതിന് രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കുക. രാഷ്ട്രീയം ആവട്ടെ, ഇത് പ്ലാൻ ചെയ്തെടുത്തൊരു തീരുമാനമാവട്ടെ, പെട്ടെന്നെടുത്തൊരു തീരുമാനമാവട്ടെ, നടപ്പിൽ വരുത്തിയതിലെ അപാകതകൾ നിൽക്കട്ടെ, ഇതെല്ലാം നിൽക്കട്ടെ. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്നലെ പറഞ്ഞത് ഈ നോട്ട് പിൻവലിച്ച നടപടി പിൻവലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. അത് അദ്ദേഹം പറയാനൊരു കാരണമുണ്ടാകാം. കാരണം ഒരു ലോങ് റണ്ണിൽ ഇതിന് ചില ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളിൽ ഒന്ന്, തമാശയായിട്ട് പറഞ്ഞാലും അല്ലെങ്കിലും, ജനങ്ങളുടെ ഒരു സ്പെൻഡിങ് കൾച്ചറിൽ മാറ്റം വരാൻ പോവുകയാണ്. കുറഞ്ഞ പക്ഷം 2 മാസത്തേക്കെങ്കിലും പണം ധാരാളമായി മാർക്കറ്റിൽ നിന്ന് ബാങ്കുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ ചില നല്ല ഫലങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. പക്ഷേ ഈ നല്ല ഫലങ്ങൾ യഥാർത്ഥത്തിൽ സാമ്പത്തിക വ്യവസ്ഥ നല്ല ഫലങ്ങൾക്ക് വേണ്ടി ഉദ്ദേശം വെച്ചുള്ളത് തന്നെയാണോ? അതല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ബാങ്കുകളിൽ കുമിഞ്ഞുകൂടുന്ന ഈ പണം ഇങ്ങനെ കുമിഞ്ഞുകൂടുന്നത് കൊണ്ട് സർക്കാർ മറ്റെന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടാവും? ഇതിനെ സംബന്ധിച്ച് ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, എനിക്ക് ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു സീനിയർ രാഷ്ട്രീയ നേതാവായ ശ്രീ ശ്രീധരൻപിള്ള ഇവിടെ ബാങ്ക് ജീവനക്കാരെക്കുറിച്ച് വളരെ പ്രകോപനപരമായൊരു പരാമർശം നടത്തി. അതായത് വളരെ കൂടുതൽ ശമ്പളം വാങ്ങുന്ന കുറേ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് ഇതിനെ എതിർക്കുന്നതെന്ന്. അദ്ദേഹം വാസ്തവത്തിൽ കൊഞ്ഞനം കുത്തുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രധാനമന്ത്രിയുടെ ഈ തീരുമാനം വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ ബാങ്ക് ജീവനക്കാർ ശനിയും ഞായറും അടക്കമുള്ള ദിവസങ്ങളിൽ പാതിരാത്രി വരെയും കുത്തിയിരുന്ന് പണിയെടുക്കുന്നത് നമ്മളൊക്കെ കാണുന്നുണ്ട്. അവർ പണിയെടുക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഇപ്പോഴും സ്ഫോടനാത്മകമായൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്താത്തത് എന്നുള്ളത് വാസ്തവത്തിൽ അദ്ദേഹം മറക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചോദിച്ച പ്രശ്നം ഇത് പ്ലാൻഡായ ഒന്നാണെങ്കിലും അല്ലെങ്കിലും ഇതുമൂലം ജനങ്ങളുടെ സ്പെൻഡിങ് ഹാബിറ്റിലൊരു മാറ്റം വന്നിട്ടില്ലേ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾ എന്തിനു വേണ്ടിയാണ് സ്പെൻഡ് ചെയ്യുന്നത്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടേത് ക്യാഷ് ബേസ്ഡ് ഇക്കോണമിയാണ്. ക്യാഷ് ബേസ്ഡ് ഇക്കോണമി ആവാനുള്ള കാരണം എന്താണ്? നമ്മുടേത് ഇവിടെ ഭൂപരിഷ്കരണം നടക്കാത്ത, ഇപ്പോഴും നിരക്ഷരത നിലനിൽക്കുന്ന ദരിദ്രരായ ജനകോടികൾ നിലനിൽക്കുന്ന ഒരു രാജ്യം. ഈ രാജ്യത്ത് അവർക്ക് കിട്ടുന്ന തുച്ഛമായ വേതനം ഉപയോഗിച്ചാണ് അവർ ജീവസന്ധാരണം നടത്തുന്നത്, ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യം വേണ്ട ചിലവുകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ക്യാഷ്ലെസ് ആയിട്ടുള്ള ഒരു ഇക്കോണമിയിലേക്ക് മാറാനുള്ള ഭൗതികമായ സാഹചര്യങ്ങൾ രാജ്യത്തില്ല. ഈ സാഹചര്യങ്ങൾ ഇപ്പോഴും അതുവഴി നിലനിൽക്കുകയാണ്. ആ സാഹചര്യങ്ങളിൽ മാറ്റം വരുത്താതെ ഇവിടെ ജനങ്ങളുടെ സ്പെൻഡിങ് ഹാബിറ്റ് നിയന്ത്രിക്കാൻ ഈ നടപടി സഹായകമാകും എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ജനങ്ങളെ പരിഹസിക്കുകയാണ്. കാരണം അവരുടെ ഏത് തരത്തിലുള്ള സ്പെൻഡിങ്ങാണ് നിയന്ത്രിക്കപ്പെടുന്നത്? അവർക്ക് അരി വാങ്ങാൻ പറ്റുന്നില്ല, പച്ചക്കറി വാങ്ങാൻ പറ്റുന്നില്ല, ഇവിടെ വീട്ടുജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പണമില്ല. ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ഫലം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അടുത്ത 2-3 മാസങ്ങളിലേക്ക് നീണ്ടു നിൽക്കാൻ പോകുന്ന ഇതിൻ്റെ പ്രത്യാഘാതം നിമിത്തം നമ്മുടെ ദേശീയ വരുമാനത്തിൽ ചുരുങ്ങിയത് 1.5% ഇടിവുണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു പ്രശ്നം ബാക്കി നിൽക്കുന്നു. അപ്പോൾ ഈ സ്പെൻഡിങ്ങിൻ്റെ അല്ല പ്രശ്നം, ബാങ്കുകളിൽ കുമിഞ്ഞുകൂടുന്ന ഈ പണം ഒരു വശത്ത് കുമിഞ്ഞുകൂടുമ്പോൾ മറുവശത്ത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ 4 കാലുകളിൽ 3 തകരുകയാണ്. ഒറ്റക്കാലിൽ നിൽക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായി മാറുകയാണ്. ഇത് ഒന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്നുള്ളതാണ്. കള്ളപ്പണം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയാണ് എന്ന വാദം പൊളിഞ്ഞ് പാളീസായി കഴിഞ്ഞൊരു വാദമാണ്. കാരണം കള്ളനോട്ടിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സഹായകമാകും എന്നുള്ളതിനപ്പുറം കള്ളനോട്ട് നമ്മുടെ കറൻസി സർക്കുലേഷൻ ഉള്ളതിൽ ഏതാണ്ട് 0.002% മാത്രമാണെന്ന കണക്കുകൾ പുറത്തു വന്നു കഴിഞ്ഞു. അതിന് ഒഴിവാക്കാൻ ഒരുപക്ഷെ സഹായിച്ചേക്കാം എന്നല്ലാതെ കള്ളപ്പണത്തെ നിയന്ത്രിക്കാൻ ഒരു തരത്തിലും സഹായകമല്ല. കാരണം നമ്മുടെ കള്ളപ്പണം എന്നുള്ളത് പണമല്ല. ഈ കള്ളപ്പണമായി സമാഹരിക്കപ്പെട്ടതിൽ വലിയൊരു പങ്ക്, ഒരു 90-95% സമാഹരിക്കപ്പെട്ടിരിക്കുന്നത് ആസ്തികളിലാണ്. ആ ആസ്തികൾ എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ്, അതുപോലെ സ്വർണം,
മറ്റൊന്ന് ഓഹരി കമ്പോളം, വിദേശത്തുള്ള നിക്ഷേപങ്ങൾ, രാജ്യത്ത് തന്നെയുള്ള ബിനാമി നിക്ഷേപങ്ങൾ, ഇങ്ങനെ വൻതോതിൽ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് കള്ളപ്പണമായി സമാഹരിക്കപ്പെട്ടിരിക്കുന്നത്. ആ കള്ളപ്പണത്തിൽ ഒരു ചെറിയ പോറൽ പോലും ഏൽപ്പിക്കാൻ ഈ നടപടിക്ക് കഴിയില്ല എന്നുള്ളത് കൃത്യമായി ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ പൊളിഞ്ഞു പാളീസായ വാദം ഉയർത്തി ഇനിയും ഈ ശരി പ്രസാദ്, ഞാൻ മടങ്ങി വരാം. PJ ജെയിംസ്, പ്രസാദ് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടൊന്ന് തുടങ്ങാം. പ്രസാദ് പറയുന്നത് കള്ളപ്പണം പിടിക്കാനാണെന്ന വാദം ഏറെക്കുറെ പൊളിഞ്ഞു കഴിഞ്ഞു എന്നാണ്. അങ്ങനെയാണെങ്കിൽ കള്ളനോട്ടാണ് ഇതിൻ്റെ ലക്ഷ്യമെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്നലെ പറഞ്ഞത് 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് പിൻവലിച്ച നടപടി പിൻവലിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ CPM ജനറൽ സെക്രട്ടറി ഉദ്ദേശിക്കുന്നത് ഈ കള്ളനോട്ടുകൾ തടയാനുള്ള സർക്കാരിൻ്റെ നടപടിക്കുള്ള പിന്തുണയായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. പക്ഷേ CPM പോലൊരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഇക്കാര്യം പറയുമ്പോൾ അതിനെ രാഷ്ട്രീയമായി കൂടി വായിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം ഈ പണം മുഴുവൻ മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് അത് കള്ളനോട്ട് എത്ര ശതമാനമുണ്ടെന്നുള്ള കണക്കിപ്പോൾ VK പ്രസാദ് പറഞ്ഞു. അത് തടയാൻ ഇതിലും എത്രയോ മെച്ചപ്പെട്ട മാർഗ്ഗങ്ങൾ ഉണ്ടാകുമായിരുന്നു. 1978-ൽ മൊറാർജി ദേശായി കള്ളപ്പണം പിടിക്കാനെന്ന പേരിൽ തന്നെ ഈ ഡീമോണിറ്റൈസേഷൻ നടപ്പിലാക്കി. പക്ഷേ ഇതൊരു അർദ്ധരാത്രിയിൽ കള്ളപ്പണം പിടിക്കാൻ വേണ്ടി ഒരർദ്ധരാത്രി മുതൽ നാളെ മുതൽ ഇത് ഇൻവാലിഡാണ്, ഈ നോട്ടുകൾ ലീഗൽ ടെൻഡർ പദവിയിലേക്ക് മാറുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇതിന് പിന്നിൽ മറ്റെന്തോ ഭരണകൂടം ഉദ്ദേശിക്കുന്നില്ലേ? ഞാൻ ഇപ്പോൾ നമ്മുടെ ചർച്ച നമ്മൾ കിട്ടാക്കടത്തിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ നമ്മൾ വീണ്ടും ഈ നോട്ട് റദ്ദാക്കൽ വിഷയത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്കിതിനകത്തൊരു ഞാൻ കാണുന്നൊരു കാര്യം, ഈ നോട്ട് റദ്ദാക്കൽ പരിപാടി എന്ന് പറയുന്നത് കൃത്യമായൊരു കോർപ്പറേറ്റ് അജണ്ടയാണ്. അത് നമ്മുടെ രാജ്യത്ത് അതിനകത്തിപ്പോൾ യെച്ചൂരി പറയുന്നതായാലും ഇവർക്കൊക്കെയുള്ള പ്രശ്നം ഇന്നത്തെ ഈ സാമ്പത്തിക നയങ്ങളോട് ഒരു നിലപാടെടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ലെന്നുള്ളിടത്താണ് പ്രശ്നം. അതായത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഏതാനും 1-2 ദശാബ്ദങ്ങളായി നടപ്പാക്കുന്ന ഈ നവ ഉദാര നയങ്ങൾ അത് കോർപ്പറേറ്റുകളെ കൊഴിപ്പിക്കുന്ന നയങ്ങളാണ്. സമ്പത്ത് മുഴുവൻ ഒരു ന്യൂനപക്ഷത്തിൻ്റെ കൈകളിലേക്ക് കേന്ദ്രീകരിക്കുകയും ഈ ബാക്കിയുള്ള ബഹുഭൂരിപക്ഷത്തെ തെരുവ് തീണ്ടികളാക്കുകയും ചെയ്യുന്നൊരു നയമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുപോയി. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം നരേന്ദ്രമോദി 1.14 ലക്ഷം കോടി രൂപ നരേന്ദ്രമോദിയുടെ സർക്കാർ എഴുതിത്തള്ളി കിട്ടാക്കടമെന്ന് പറഞ്ഞ് കോർപ്പറേറ്റുകളുടെ. വിവരാവകാശ നിയമപ്രകാരം അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് പേര് കൊടുത്തില്ല. സുപ്രീം കോടതി പറഞ്ഞു പേര് കൊടുക്കണമെന്ന് പറഞ്ഞു, കൊടുത്തില്ല. അപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവരൊക്കെ ഈ നോട്ട് റദ്ദാക്കൽ പരിപാടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ഈ പറയുന്ന സാധാരണ ജനങ്ങളെ പിഴിഞ്ഞ്, അതായത് ഇവിടുത്തെ അസംഘടിത മേഖലയെയും ഇവിടുത്തെ ഏതാണ്ട് 80% വരുന്ന മേഖലയെ പൂർണ്ണമായും സ്ക്യൂസ് ചെയ്ത് ആ പണം മുഴുവൻ അല്ലെങ്കിൽ ആ വിഭവങ്ങൾ മുഴുവൻ സമ്പന്നന്മാരുടെ കൈകളിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കാര്യം എടുക്കൂ, ക്രയശേഷി ഇടിഞ്ഞു പോയി. ഇവിടുത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ ക്രയശേഷി ഈ നോട്ട് റദ്ദാക്കലിലൂടെ തകർന്നു കഴിഞ്ഞു. സമ്പദ്ഘടന തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രക്രിയയിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കോർപ്പറേറ്റുകൾക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഈ നോട്ട് റദ്ദാക്കൽ നയത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 86% ഇവിടുത്തെ കറൻസി വാല്യൂ, അതായത് ഇവിടുത്തെ പണമാണ് ഈ പറയുന്ന 500,000 നോട്ട്. ഇതൊരു ദിവസം റദ്ദാക്കിയെന്ന് പറയുമ്പോൾ സമ്പദ്ഘടന നിശ്ചലമായി. അതേസമയം ഇപ്പോൾ നമ്മൾ കർണാടകത്തിലെ കാടിയെടുക്കൂ. കർണാടകത്തിലെ ജനാർദ്ദൻ റെഡ്ഡി എന്ന് പറയുന്ന ഒരാൾ അയാളുടെ മകളുടെ കല്യാണത്തിന് 500 കോടിയാണ് ചെലവഴിക്കുന്നത്. ഈ 500 കോടി ഒരു ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ചെലവഴിക്കുന്ന ജനാർദ്ദൻ റെഡ്ഡിക്ക് ഈ നോട്ട് റദ്ദാക്കൽ ബാധിച്ചോ? നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ 1000-ങ്ങളോ 10,000-ങ്ങളോ പറയുമ്പോൾ ഈ ജനാർദ്ദൻ റെഡ്ഡിക്ക് എങ്ങനെയാണ് 500 കോടി കിട്ടുന്നത്? അയക്കൊരു പ്രശ്നമില്ല. ഇത് തന്നെയാണ് ഇവിടുത്തെ അംബാനിയുടെയും അദാനിയുടെയും SR-ൻ്റെയും ഒക്കെ കാര്യം. അതിനാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഉദ്യോഗസ്ഥ പ്രമാണിമാരുടെയും കാര്യം. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരവിഹിത ബാന്ധവമാണ് ഈ സാമ്പത്തിക നയം. ഈ സാമ്പത്തിക നയമാണ് ഇപ്പോൾ ബാങ്കിലെ ഈ പണം എഴുതിത്തള്ളുന്നതും ഈ നോട്ട് റദ്ദാക്കുന്നതും ഈ വിദേശത്ത് കിടക്കുന്ന നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ വളരെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ഈ ശ്രീധരൻപിള്ള ഞാനിവിടെ പറഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇൻ്റർനാഷണൽ കൺസോർഷ്യം ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് അവർ വെച്ചിരിക്കുന്ന കണക്ക് $2 ട്രില്യൺ. 2 ട്രില്യൺ മീൻസ് നമ്മുടെ ദേശീയ വരുമാനത്തേക്കാൾ കൂടിയ തുക ഇപ്പോഴല്ല, കഴിഞ്ഞ വർഷം. അതാണ് ഈ വിദേശ ബാങ്കുകളിൽ ഇന്ത്യക്കാർ, ഇവിടുത്തെ കോടീശ്വരന്മാർ, ഇവിടുത്തെ ശതകോടീശ്വരന്മാർ നിക്ഷേപിച്ചിരിക്കുന്നത്. ആ പണമൊക്കെ പിടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് പാവങ്ങളുടെ വോട്ട് മേടിച്ച് 15 ലക്ഷം വീതം അക്കൗണ്ടിൽ ഇടാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരെ സംരക്ഷിക്കുകയാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആഭ്യന്തരമായി
ഇവിടെ ഈ നോട്ട് റദ്ദാക്കൽ പരിപാടി നടപ്പാക്കിക്കൊണ്ട് നമ്മുടെ ബാങ്കുകളിലേക്ക് ഈ ഉള്ള പണം കൂടി വലിച്ച് ഇതെല്ലാം ഈ കോർപ്പറേറ്റുകൾക്ക് സ്വകാര്യവൽക്കരണം. അപ്പോൾ ബാങ്ക് മെർജർ, എന്താ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറും ഒക്കെ തമ്മിൽ മെർജറിലൂടെ നടക്കാൻ പോകുന്നത്? ഇതൊക്കെ തന്നെ ഒന്നിച്ചു കൊണ്ടുവന്ന് ഇത് വലിയ ബഹിരാഷ്ട്ര കമ്പനികൾക്ക്, നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്കും ബഹിരാഷ്ട്ര കമ്പനികൾക്കും എഴുതി കൊടുക്കാൻ പോവുകയാണ്. ഇത് രാജ്യദ്രോഹമാണ്. ഈ രാജ്യദ്രോഹത്തിനെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സാമുവൽ ജോൺസ് എന്ന് പറഞ്ഞ 19-ാം നൂറ്റാണ്ടിൽ ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, എന്താ ദേശസ്നേഹം എന്ന് പറയുന്ന ഏതൊരു തെമ്മാടിയുടെയും അവസാനത്തെ അഭയമെന്നാണ്. അപ്പോൾ ഇത്തരം ജനവിരുദ്ധ പരിപാടികളെ, വിമർശനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ദേശസ്നേഹത്തിൻ്റെ ഒരു മേമ്പൊടി അങ്ങ് ചേർത്താൽ പിന്നെ ആരും ഒന്നും പറയില്ല. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ ജനങ്ങൾക്കെതിരായ ഈ കടന്നാക്രമണത്തെ രാഷ്ട്രീയമായി നേരിടാനുള്ള ദൗർബല്യം കൊണ്ടാണ്, ഒരു ബദൽ സാമ്പത്തിക നിലപാട് മുന്നോട്ട് വയ്ക്കാനുള്ള കഴിവുകേട് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ അത് നല്ലതാ ഇത് നല്ലതാ കുറേ കുഴപ്പമില്ല ഇത് ഭാഗികമായി ശരിയായി എന്ന് പറയും. ഇത് അടിസ്ഥാനപരമായി ഇതിനകത്ത് ഒരു നന്മയില്ല. പി എസ് ശ്രീധരൻപിള്ള, അത് സമൂഹത്തിലേക്ക് നോക്കിയാൽ വ്യക്തമായി കാണാവുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ട് നിലനിൽക്കെ ഈ കാര്യത്തിന് ജനങ്ങളുടെ പിന്തുണയുണ്ട് സർക്കാരിന് എന്ന ആത്മവിശ്വാസത്തോടെ അരുൺ ജെയ്റ്റ്ലിക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ജീസൻ, ഞാനൊരു കാര്യം ഇപ്പം ഇവിടെ ഞാൻ ആദ്യം ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഉറപ്പു, ഞാൻ ബാങ്ക് ജീവനക്കാരെ ഒരിക്കലും കുറച്ച് കണ്ടിട്ടില്ല. ഇതിൽ ഏറ്റവും കഠിനാധ്വാനം ചെയ്യുന്ന, ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആളെ പറ. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ ഇന്നത്തെ ഈ മൂവ്മെൻറ്റ്, ഇടതുപക്ഷം എന്ന് പറയുന്നതിൻ്റെ പണ്ടൊക്കെ കർഷക തൊഴിലാളിയും അല്ലെങ്കിൽ കുടിലുകളിൽ നിന്ന് വരുന്നവരും അങ്ങനെയുള്ള സ്ഥിതിയായിരുന്നു. ഇന്ന് ബാങ്ക് ജീവനക്കാരല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ നേതാക്കന്മാരാണ്. ഇപ്പം ഇടതുപക്ഷം, പ്രധാനപ്പെട്ട 2 ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചർച്ച ചെയ്യാൻ സമയമില്ല, അത് കൺട്രോൾ ചെയ്യുന്നത് ഈ ബാങ്ക് ജീവനക്കാരുടെ സംഘടനയും അതുപോലെ LICയിലെ ഓഫീസേഴ്സിൻ്റെ സംഘടനയൊക്കെയാണ്. അതിൻ്റെ സ്ഥിതി നിങ്ങൾ പരിശോധിച്ചാൽ വേറൊന്നിനെ ഒരുപാട് പ്രശ്നമുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇത് വരുന്നതുകൊണ്ട് ഞാൻ അതിനെയാണ് ഉദ്ദേശിച്ചത്. അല്ല പ്രസാദ് പറഞ്ഞ പോലെ, പ്രസാദൊക്കെ അതിനറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മേഖല കൺട്രോൾ ചെയ്യുന്ന ട്രേഡ് യൂണിയൻ മേഖല പോലും അതിൻ്റെ അധീനമായിട്ടാണ്. ഇടതുപക്ഷ പാർട്ടികൾ പോലും ആ നിലക്ക് ആ സ്വാധീനത്തിലാണ്. കാരണം അവർ വളരെ അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇതാണ്. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ബാങ്ക് ജീവനക്കാരൻ്റെയും, കാരണം എല്ലാ ബാങ്കിലും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന കഷ്ടപ്പെടുന്ന ആളുകളാണുള്ളത്. അവരോട് ഉള്ള തീർച്ചയായിട്ടും അവരോടുള്ള എൻ്റെ സാഹോദര്യവും എല്ലാം, അവരോടുള്ള അനുഭാവവും ഞാനിവിടെ പ്രകടിപ്പിക്കുക. അതുകൊണ്ട് അത് തെറ്റിദ്ധരിക്കരുത്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. രണ്ടാമത് ഈ പറഞ്ഞ കാര്യത്തിൽ അടിസ്ഥാനപരമായ സാമ്പത്തിക കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല, എൻ്റെ അനുജൻ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന വിഷ്ണു എന്ത് പറയുന്ന അറിയില്ല. ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ സാമ്പത്തിക രംഗം പരാജയപ്പെട്ടതിനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം കിട്ടിയ അവസരത്തിൽ ഗാന്ധിജിയുടെ അദ്ദേഹം മുന്നോട്ട് വെച്ച സാമ്പത്തിക ദർശനം നടപ്പാക്കാൻ വേണ്ടി 46-ൽ അപ്പോയിൻ്റ് ചെയ്ത കമ്മിറ്റിയുടെ, ഗാന്ധിജി അപ്പോയിൻ്റ് ചെയ്ത കമ്മിറ്റിയുടെ കൺവീനറാണ്, എൻ്റെ ചുമതലക്കാർ ഹെഡാണ് ജവഹർലാൽ നെഹ്റു. പക്ഷെ അദ്ദേഹം അന്ന് ഈ മാനവരാശിയുടെ 3 ഭാഗം വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആശയം ഈ ഇടതുപക്ഷ ആശയത്തിലേക്ക് അതിനനുസരിച്ച് നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ, സോവിയറ്റ് മോഡൽ പഞ്ചവത്സര ആസൂത്രണം ചെയ്തു. കൂട്ടുകൃഷി സമ്പ്രദായം കൊണ്ടുവന്നു. ഞാൻ അതിലേക്ക് പോകാൻ സമയമില്ല, ഇതൊക്കെ പഠിക്കേണ്ട വിഷയങ്ങളാണ്, എല്ലാവരും പഠിക്കണം, നമ്മളെല്ലാം പഠിക്കേണ്ട വിഷയമാണ്. അങ്ങനെ വന്നിട്ട് പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീണു. അതാണ് 91-ൻ്റെ ഞാൻ പറഞ്ഞ ഡിസംബർ മാസം 17 വിഷ്ണു വായിക്കട്ടെന്ന് പോയിട്ട്. കാരണം അന്നത്തെ ഇതിൽ പറയുന്നത് ഇന്ത്യൻ എക്കോണമി നോട്ട് ആൻ എക്കോണമിക് പ്രോബ്ലം, ഇന്ത്യൻ എക്കോണമി ഈസ് ഇൻ ക്രൈസിസ്. 2 ആഴ്ചത്തേക്ക് വിദേശ നാണ്യശേഖരമില്ല, വിലക്കയറ്റം. അതിൽ പേരെടുത്ത് പറഞ്ഞ് ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നു, വാജ്പേയി പ്രതിപക്ഷ നേതാവിനെയും ജോർജ് ഫെർണാണ്ടസിനെയും ഹെൽപ്പ് അസ്, വി ക്യാൻ ടുഗദർ ഗോ. വിഷ്ണു, അവിടെ ഞങ്ങൾ അന്ന് മുതൽ രാജ്യം ക്രൈസിസിലാണ്. ആ ക്രൈസിസിലായാൽ പിന്നെ പൊളിറ്റിക്കൽ മുതലെടുപ്പല്ല വേണ്ടത്. അതുകൊണ്ട് അതിനോട് സഹകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഉദാരവൽക്കരണത്തെ പിന്താങ്ങി എന്ന് പറഞ്ഞുള്ള കാര്യങ്ങളുണ്ടായത്. കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവർക്കും നെഗറ്റീവാണ്, അവരുടെ അപ്രോച്ച് നെഗറ്റീവാണ്. വർഗ്ഗസമരമല്ല. വർഗ്ഗസമരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ അവർ പോകുന്നത്. അതൊക്കെ ജനങ്ങൾ നിരാകരിച്ചതാണ് വലിയ കാര്യം. അതുകൊണ്ടാണ് അതുകൊണ്ടല്ലേ CPM-ന്റെ ജനറൽ സെക്രട്ടറി ഇതിനെ എതിർക്കുന്നില്ലല്ലോ. വ്യക്തമാണ്. PC വിഷ്ണു, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. ശ്രീധരൻപിള്ള പറയുന്നത് അതാണ്, കള്ളപ്പണത്തിനെതിരായുള്ള പോരാട്ടത്തിലാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇടങ്കോലിടരുത്, കള്ളപ്പണം ഇവിടെയുണ്ട്, അത് പിടിച്ചുകൊണ്ടുവരൂ എന്ന് പ്രതിപക്ഷം സർക്കാരിനോട് ആവശ്യപ്പെട്ടാൽ തീരാവുന്നതേ ഉള്ളൂ. PS ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ള BJP നേതാക്കളുടെ വാദം. കോൺഗ്രസിന് അത് ആർജവത്തോടെ പറയാൻ കഴിയും. ഞങ്ങൾ പറഞ്ഞു ഈ 6% വരുന്ന ഈ കള്ളപ്പണ നിക്ഷേപത്തെ പിടിക്കുന്നതിനുള്ള എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചാലും ഞങ്ങൾ പിന്തുണയ്ക്കും. അതിന് ബാക്കി ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ ഈ പറയുന്ന രൂപത്തിൽ ഉപദ്രവിക്കുന്ന സമീപനത്തെയാണ് ഞങ്ങൾ അതിന് വിമർശിച്ചിട്ടുമില്ല. അതിന് കേന്ദ്ര സർക്കാർ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുന്നു. ഒരു കാര്യം ശ്രീ ജെയിംസ് സൂചിപ്പിച്ച ഞാൻ ആവർത്തിക്കുക, അത് ഇന്ന് നമ്മൾ പറയേണ്ടതല്ലേ. കാരണം നമ്മൾ സഹകരണ ബാങ്കുകളെ തകർക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? ഈ സാഹചര്യത്തിൽ
നാട്ടിലൊരു പെട്ടെന്നൊരു മധ്യവർഗ കുടുംബത്തിൽ, ഒരു ഇടത്തരം കുടുംബത്തിൽ ഒരു കുട്ടിക്ക് കല്യാണം ഉറപ്പായാൽ നമ്മൾ ആദ്യം ഓടിപ്പോകുന്ന SPT-യിലേക്കോ SBI-യിലേക്കോ ഒന്നുമല്ല. അവിടുത്തെ ഏതെങ്കിലും പാർട്ടിക്കാരൻ, കോൺഗ്രസോ CPM-ഓ, ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ BJP-യോ ഒക്കെ ഭരിക്കുന്ന ബാങ്കിലേക്ക് ചെന്നിട്ട് പ്രസിഡന്റിനോട് പറയും, മോടെ കല്യാണം ഉറപ്പിച്ചൊരു ലോൺ വേണം എന്ന് പറയുന്ന അവർക്കിന്ന് അതിന് കഴിയുന്നില്ല. അതേസമയം 500 കോടിക്ക് BJP-യുടെ നേതാവ് ജനാർദ്ദൻ റെഡ്ഡിക്ക് പിന്നെ വിജയനഗര സാമ്രാജ്യം ബാംഗ്ലൂർ പാലസ് ഗ്രൗണ്ടിൽ പുനരാവിഷ്കരിച്ചുകൊണ്ട് കല്യാണം നടത്താൻ 500 രൂപയുടെ 1000 രൂപയുടെ നോട്ട് പിൻവലിച്ചിട്ടും ഒരു കുഴപ്പവും ഉണ്ടായില്ല. അതാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, ഇതിനകത്ത് പിക്ക് ആൻഡ് ചൂസ് ഉണ്ടായി. മറ്റന്നാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആസാമിൽ തോട്ടം തൊഴിലാളികൾക്ക് പഴയ നോട്ട് 500ഉം 1000ഉം കൊടുക്കാം, അവിടെ ബൈ ഇലക്ഷൻ നടക്കുക, അതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടില്ല. ഇവിടെ 3 ലക്ഷം കേരളത്തിലെ തോട്ടം തൊഴിലാളികൾക്ക് 7 ദിവസമായിട്ട് ശമ്പളമില്ല, തോട്ടം അടച്ചു പൂട്ടുകയാണ്. ശരി, സമയക്കുറവുണ്ട് വിഷ്ണുനാഥ്. വളരെ നന്ദി ശ്രീ വിഷ്ണുനാഥ്, PJ-MC-VK പ്രസാദ്, P. ശ്രീധരൻപിള്ള ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചു. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും mediaonTV.in സന്ദർശിക്കുക. ഇനി രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടി പൊളിമിക്സ് കാണാം. നമസ്കാരം.